ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാത്സിലെ 8th ചാപ്റ്ററായ മെഷറിംഗ് ലെങ്ത് എന്ന ചാപ്റ്റർ പഠിക്കാം. ഇവിടെ മെഷറിംഗ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വസ്തുക്കളുടെയും നീളം, ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം, അത് നമുക്ക് മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ അളക്കാം. ഓരോ വസ്തുക്കളുടെയും നീളം നമുക്ക് എങ്ങനെ അളക്കാമെന്ന് നോക്കാം. എങ്ങനെ നമുക്ക് അളക്കാം നോക്കൂ. പ്ലേയിങ് വിത്ത് മാത്സ്. ഈ സെക്കൻഡ് പേജ് എടുത്തോളൂ. പ്ലേയിങ് വിത്ത് മാത്സ്. ഇൻ ദ എക്സലൻറ്റ് ഫെസ്റ്റ് ചിൽഡ്രൻ മെഷർ ദ ലെങ്ത് ഓഫ് സം ഒബ്ജക്റ്റ്. സീ ദിസ് ടേബിൾ. ഈ ടേബിൾ, താഴത്തെ ടേബിളിലേക്ക് നോക്കുക. ഈ ടേബിളിൽ ഒരു എക്സലൻറ്റ് ഫെസ്റ്റ് നടക്കുകയാണ്. അവിടെ കുട്ടികൾ ഓരോ വസ്തുക്കളുടെയും മെഷർ എന്തിൻ്റെ മെഷർ ചെയ്യാണ്? ലെങ്ത്ത് മെഷർ ചെയ്യാണ്. അങ്ങനെ അവർ മെഷർ ചെയ്യുമ്പോൾ ആ വസ്തുക്കളുടെ ലെങ്ത്ത് അവർ ഗസ് ചെയ്യുന്ന ലെങ്ത്തും മെഷേർഡ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കുന്ന ലെങ്ത്തും രണ്ട് കോളമുണ്ട്. ഈ രണ്ട് കോളത്തിൽ നിങ്ങൾ എന്ത് ഫില്ല് ചെയ്യണം? ഗസ് ചെയ്യുന്ന ലെങ്ത്ത്, മെഷർ ചെയ്യുന്ന ലെങ്ത്ത്, ഇത് ഫില്ല് ചെയ്തിട്ട് എഴുതണം. ഫസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റ്: പെൻ, പെൻസിൽ, പിന്നെ നോട്ട്ബുക്ക്, A4 പേപ്പർ. ഇപ്പോൾ പെന്നിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ഊഹിച്ചെഴുതാൻ പറ്റുന്നൊരു ലെങ്ത്ത് നിങ്ങൾ എഴുതുക. അപ്പോൾ ടീച്ചർ ഒരു ലെങ്ത്ത് എഴുതാം, 14. ഇനി ആ ലെങ്ത്ത് ഞാൻ മെഷർ ചെയ്തിട്ട് സ്കെയിലെടുത്ത് മെഷർ ചെയ്യുകയാണ് ആ പെന്ന്. അങ്ങനെ പെന്നിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ 14.5 ആണ് മെഷേർഡ് ലെങ്ത്ത്. പെൻസിലിൻ്റെ ലെങ്ത്ത് 17 സെൻറ്റിമീറ്റർ. അത് മെഷേർഡ് ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? 17.4. അപ്പം നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ലഭിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് റഫായിട്ട് നമുക്കൊരു ഊഹിച്ചിട്ട് നമ്മളൊരു ഇതൊക്കെ ആവാം എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുന്നതാണ് ഗസ്ഡ് ലെങ്ത് എന്നുള്ളത്. അത് സെൻറ്റിമീറ്ററിൽ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളത് സ്കെയിലെടുത്തിട്ട് അളന്നിട്ട് എഴുതി വെക്കുക. ഈ ഗസ് ചെയ്ത് ലെങ്ത്തൊക്കെ എഴുതാൻ പറ്റണമെങ്കിൽ നമുക്ക് വലിയ ആൾക്കാർക്ക് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ചെറിയ കുട്ടികളായ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? സ്കെയിലെടുത്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പെന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് അളക്കുക. പെന്നിൻ്റെ സ്കെയിലിൻ്റെ 0 പോയിൻ്റ് എടുക്കുക. എന്നിട്ട് അത് നിങ്ങളെ പെൻസിലിൻ്റെ അറ്റത്ത് കൊണ്ടുവെക്കുക. എന്നിട്ട് അവസാനിക്കുന്നത് പെന്നോ പെൻസിലോ എന്താണെന്ന് വെച്ചാൽ അത് അവസാനിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ആ പോയിൻ്റ് സ്കെയിലിൽ എവിടെയാണെന്ന് നോക്കുക. അത് നോക്കിയിട്ട് അതിൻ്റെ അളവ് നിങ്ങൾ എങ്ങനെ എഴുതണം? ഇവിടെ കള്ളികളിൽ എഴുതി വെക്കുക. അങ്ങനെ അറിയുന്നവരങ്ങനെ എഴുതി വെക്കുക. അറിയാത്തവരെന്ത് ചെയ്യുക? നമുക്ക് വരുന്ന പേജുകളിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻറ്റ് ചെയ്യുകയെന്ന് പഠിച്ചിട്ട് എഴുതാം. ഇപ്പം നോട്ട്ബുക്ക് സൈഡ് 1, സൈഡ് 2. സൈഡ് 1 നമുക്ക് ലെങ്ത്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നീളമുണ്ട്, അപ്പുറത്തെ സൈഡ് വീതി, ബ്രെഡ്ത്ത്. അപ്പോൾ രണ്ടും മിക്കവാറും സെയിം ആവില്ല, ചെറിയ വ്യത്യാസം എങ്ങനെയാലും ഉണ്ടാവും. നോട്ട്ബുക്ക് നിങ്ങൾക്കറിയാലോ, ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം അല്ല. അപ്പോൾ സൈഡ് 1, സൈഡ് 2 എന്ന് പറഞ്ഞാൽ ഒന്ന് ലെങ്ത്തും ആക്കിയെടുക്കുക, ഒന്ന് ബ്രെഡ്ത്ത് നീളവും ഒന്ന് വീതിയാക്കി എടുക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയത് 15 സെൻറ്റിമീറ്റർ. ദെൻ സൈഡ് 2ൽ 19 സെൻറ്റിമീറ്റർ. 15.3 എന്നുള്ളതും 19.5 എന്നുള്ളതാണ് മെഷേർഡ് ലെങ്ത്തിൽ കിട്ടിയത്. ഈ സൈഡ് 1ൽ 17 സെൻറ്റിമീറ്റർ, സൈഡ് 2 A4 പേപ്പറിൽ 26 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് 17.5ഉം 26.6ഉം ആണ് മെഷേർഡ് ലെങ്ത്തിൽ ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ പറ്റുന്നവരിങ്ങനെ ചെയ്യുക, അല്ലാത്തവരിത് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യുക. നമുക്ക് മൊത്തം പാഠങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് ചെയ്താലും മതി കേട്ടോ, ചെയ്യാൻ അറിയാത്തവർ. Could you measure the length of all objects exactly? ഇത് നിങ്ങൾക്ക് എല്ലാ വസ്തുക്കളുടെയും മെഷർമെൻറ്റ് എക്സാക്റ്റ് ആയിട്ടാണോ കിട്ടിയത്? അല്ല, നമുക്ക് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഗസ്ഡ് ലെങ്ത്തും മെഷേർഡ് ലെങ്ത്തും. Can't write all length exactly? Yeah, use the short lines between the long lines also. ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ സ്കെയിലിൽ എന്ത് പഠിക്കണം? അവിടെയുള്ള ചെറിയ ലൈൻസും വലിയ ലൈൻസും ഒക്കെ ഡിഫറൻസ് എങ്ങനെയാണ്, അതെടുക്കുന്നത് എങ്ങനെയാണ് പഠിക്കണം. താഴത്തെ ഒരു പിക്ചർ നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കെയിൽ കാണാം. ഈ സ്കെയിലിൻ്റെ 0 പോയിൻ്റ് മുതൽ
എത്ര പോയിൻ്റ് വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്? 15 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള ഭാഗത്തിൽ ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തത്. അത് കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലേ, ജസ്റ്റ് മാർക്ക് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ സ്കെയിലിലെ 0 പോയിൻറ്റ്സിലാണ് നിങ്ങൾ വസ്തുക്കൾ വെക്കേണ്ടത്. നിങ്ങൾ എന്താണോ മെഷർ ചെയ്യാൻ സ്കെയിലോ പെൻസിലോ ഇറേസറോ എന്താണ് ആയിക്കോട്ടെ അത് 0 പോയിൻറ്റിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അത് അവസാനിക്കുന്നത് അതിൻ്റെ എൻഡ് പോയിൻ്റ് എവിടെയെന്ന് നോക്കിയിട്ട് ആ കൃത്യമായിട്ട് അതിൻ്റെ ചെറിയ വരകളും കൂടി നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. ലെറ്റ് us മെഷർ എക്സാക്ട്ലി. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നില്ലേ ഒരു സ്കെയിലിൻ്റെ മുകളിൽ ഒരു പെൻസിൽ വെച്ചിട്ടുള്ളത്? അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് 0 പോയിൻറ്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അത് എവിടെ വരെ എത്തിയിട്ടുണ്ട്? 13 കഴിഞ്ഞിട്ട് ചെറിയ കുഞ്ഞു വരകൾ കാണുന്നില്ലേ? ആ കുഞ്ഞു വരകൾ ഓരോ ചെറിയ വരകളെ എണ്ണുന്നത് 0.1 0.2 0.3 0.4 അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ എത്ര ഉണ്ട് ലെങ്ത്ത്? 1 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7 കഴിഞ്ഞ് 8 കഴിഞ്ഞ് 9 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 12 കഴിഞ്ഞ് 13 കഴിഞ്ഞിട്ട് എത്ര വന്നിട്ടുള്ളത്? ചെറിയ പോയിൻറ്റ്സുകൾ നിങ്ങൾ നോക്കൂ. അപ്പോൾ നമുക്ക് കാണാം 1 2 3 4 5 അല്ലേ? 5 മില്ലിമീറ്റർ. ചെറിയ വരകൾക്ക് എന്താ പറയൽ? മില്ലിമീറ്റർ. 0 മുതൽ 1 വരെയുള്ളതിന് 1 സെൻറ്റിമീറ്റർ, 1 മുതൽ 2 വരെ വേറൊരു സെൻറ്റിമീറ്റർ, 2 മുതൽ 3 വരെ അനദർ സെൻറ്റിമീറ്റർ, അങ്ങനെയാണ്. അത് സെൻറ്റിമീറ്റർ എന്ന് പറയും. സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ കാണുന്ന ചെറിയ കുഞ്ഞു വരകൾക്കാണ് മില്ലിമീറ്റേഴ്സ് എന്ന് പറയുക. 5 മില്ലിമീറ്റർ കഴിയുമ്പോൾ ഒരു വലിയ വരയും 4 ചെറിയ വരയും കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം? അതിലൊരു പകുതി വലുപ്പത്തിലുള്ളൊരു വലിയ വര കാണാം അല്ലേ? 1 2 3 4 5. അതിനെ പകുതി ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. 0.5 എന്ന് പറയും, അല്ലെങ്കിൽ 1/2 സെൻറ്റിമീറ്റർ എന്ന് പറയും. 0 to 1 വരെ 1 സെൻറ്റിമീറ്റർ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്കെയിലിലെ 13.5 5 മീൻസ് ഇവിടെയുള്ള 13.5 അല്ലേ? രണ്ട് വലിയ 13ൻ്റെയും 14ൻ്റെയും വലിയ വരൻ്റെ ഇടയിൽ കാണുന്ന കുറഞ്ഞൊരു വലിയ വരയുണ്ട്. ചെറുതുമല്ല, കുറച്ച് വലുപ്പമുള്ള 1/2 സെൻറ്റിമീറ്ററിൻ്റെ വരയുണ്ട് അല്ലേ? അത് 5 എണ്ണം കഴിയുമ്പോൾ ഒരു വര ഉണ്ടാവും, അടുത്ത 5 എണ്ണം കഴിയുമ്പോൾ ഒരു വര ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 10 മില്ലിമീറ്ററാണ് എന്ത്? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറേ വസ്തുക്കൾ വെച്ചിട്ട് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. ബിറ്റ്വീൻ 13 സെൻറ്റിമീറ്റർ ആൻഡ് 14 സെൻറ്റിമീറ്റർ റൈറ്റ്. ഈ പെൻസിലുള്ളത് എങ്ങനെയാണ്? 13 സെൻറ്റിമീറ്ററിൻ്റെയും 14 സെൻറ്റിമീറ്ററിൻ്റെയും ഇടയിലാണ് അല്ലേ? ബിറ്റ്വീൻ ഈച്ച് സെൻറ്റിമീറ്റർ മാർക്ക് ദർ ആർ 9 ഷോർട്ട് ലൈൻസ് വിത്ത് 10 ഗ്യാപ്സ്. എങ്ങനെയാണ്? 9 ഷോർട്ട് ലൈൻസ് വിത്ത് 10 ഗ്യാപ്സ് ആണ് ഉണ്ടാവുക. 9 വരകൾ, ഗ്യാപ്പ് എത്ര ഉണ്ടാവുക? 10 ഗ്യാപ്പ്. അപ്പോൾ വലിയ വരയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എത്ര പറയൽ? 10 വരകൾ. 9 ഷോർട്ട് ലൈൻസും അവസാനത്തത് വലിയൊരു വരയും അല്ലേ? അപ്പോൾ 10 മൊത്തം. ദ പെൻസിൽ പോയിൻറ്റ് ഈസ് അറ്റ് ദ 5th ഷോർട്ട് ലൈൻ ആഫ്റ്റർ ദ 13 സെൻറ്റിമീറ്റർ മാർക്ക്. ഇവിടെ എങ്ങനെയാണുള്ളത്? 13 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു 5ാമത്തെ ഷോർട്ട് ലൈൻസിലാണ് ആരുള്ളത്? നമ്മളെ പെൻസിലുള്ളത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഷോർട്ട് ലൈൻ ഈസ് 1 മില്ലിമീറ്റർ. 2 ചെറിയ വരകൾക്കിടയിലുള്ള ദൂരത്തിന് നമ്മൾ എന്ത് പറയും? 1 മില്ലിമീറ്റർ. സോ ദ ലെങ്ത് ഓഫ് ദി പെൻസിൽ ഈസ് 13 സെൻറ്റിമീറ്റർ ആൻഡ് 5 millimeters. 1 centimeter is 10 millimeter. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10 മില്ലിമീറ്റർ ആണ്. മെഷർ ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് യുവർ മാത്ത് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് ദം ഡൗൺ. നിങ്ങളിപ്പോൾ കയ്യിലുള്ള ഈ മാത്സ് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നിങ്ങൾ മെഷർ ചെയ്യണം. ലോങ് സൈഡ് എത്രയാണോ എന്നുള്ളത്, ലോങ് സൈഡ് മീൻസ് നീളമുള്ള സൈഡ്, ലോങ് സൈഡിൽ എത്രയാണുള്ളതെന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ ഷോർട്ട് സൈഡിൽ എങ്ങനെയുള്ളതെന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏകദേശം 26.6 ലോങ് സൈഡിലും ഷോർട്ട് സൈഡിൽ 17 സെൻറ്റിമീറ്ററുമാണ് നമുക്ക് കിട്ടുന്നത്. മെഷർ ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് യുവർ സ്കെയിൽ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ലോങ് സൈഡിലുള്ളത് നിങ്ങൾക്കറിയാം 15 സെൻറ്റിമീറ്റർ. ഷോർട്ട് സൈഡിലുള്ളത് എത്രയാണ്? 2.5
സെൻറ്റിമീറ്റർ നിങ്ങളുടെ സ്കെയിലിൻ്റെ ലെങ്ത്താണ്. ഡ്രോ എ ലൈൻ യൂസിങ് എ സ്കെയിൽ ഇൻ യുവർ നോട്ട്ബുക്ക്. മെഷർ ഇറ്റ്സ് ലെങ്ത് ആൻഡ് റൈറ്റ്. നിങ്ങളുടെ മാത്സിൻ്റെ നോട്ട് ബുക്ക് എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വര വരയ്ക്കുക. എന്നിട്ട് ആ വര എവിടെ വെച്ച് നോക്കണം? 0 പോയിൻറ്റിൽ വെച്ച് നോക്കിയിട്ട് അവസാനിക്കുന്നത് എവിടെയെന്ന് നോക്കിയിട്ട് എഴുതണേ. കറക്റ്റാക്കി നിങ്ങൾ. അപ്പം ഞാൻ വരച്ച വര 5.6 സെൻറ്റിമീറ്ററാണ് ഉണ്ടായിരുന്നത്. ഇനി വാട്ട് ഈസ് ദ ലെങ്ത്? റൈറ്റ് ദ ലെങ്ത് ഓഫ് ദി പെൻസിൽ. ഇപ്പോൾ ഒരാൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന പെൻസിൽ എന്ന് പറയുന്നത് കറക്റ്റ് 0 പോയിൻറ്റിലൊന്നല്ല. 0 പോയിൻറ്റിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലെങ്ത്ത് മെഷർ ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ 0-ൽ നമ്മൾ മെഷർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? 14 എന്നുള്ള പോയിൻറ്റിൽ നിന്ന് ഒന്നുകിൽ അവിടുന്ന് ഇങ്ങോട്ടെടുക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് 3-ന്ന് അങ്ങോട്ടേക്ക് എണ്ണുക. എങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എവിടെ കൗണ്ട് ചെയ്യണം? 14-ൽ നിന്ന് 3-ലേക്കോ 3-ൽ നിന്ന് 14-ലേക്കോ കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്യുമ്പോൾ ഒരു പോയിൻറ്റിൽ നിന്ന് അടുത്ത പോയിൻ്റ് വരെ എത്രയാണെന്ന് എടുക്കേണ്ടത്? 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്. അപ്പോൾ 0 ആക്കി കൺസിഡർ ചെയ്യണം. നമ്മൾ 3-ൽ നിന്നും കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്രയായിട്ട് കൺസിഡർ ചെയ്യണം? നമ്മൾ 3 എന്നുള്ള പോയിൻ്റ് 0 ആക്കി കൺസിഡർ ചെയ്യണം. അടുത്തതോ 4-നെ 1 ആക്കി കൺസിഡർ ചെയ്യുക. 5-നെ എന്താക്കി കൺസിഡർ ചെയ്യുക? 2 ആക്കി കൺസിഡർ ചെയ്യുക. അപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? 0 എന്നുള്ളത് ഫസ്റ്റ് തുടങ്ങുന്ന പോയിൻ്റ് നമ്മളെപ്പോഴും എന്താ ചെയ്യുക? 0 ആക്കി എടുക്കുക. 1 2 3 4 5 6 7 8 9 10 11. അപ്പം അങ്ങനെ 11 കറക്റ്റ് ഇല്ല, കുറച്ചൊരു കുറവുണ്ട് അല്ലേ? അപ്പോൾ എത്രയാണ്? 10.9. 10 സെൻറ്റിമീറ്ററും 9 മില്ലിമീറ്ററുമാണ് നമ്മുടെ ലെങ്ത് ഉള്ളത് ഇവിടെ. ഇനി അടുത്ത കേസിൽ നമ്മൾ നോക്കാം. നമുക്ക് ഇവിടെ 15-ൽ നിന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യാം. പെൻസിൽ എൻഡ് ചെയ്യുന്നത് ഇപ്പുറത്തെ സൈഡ് കുറച്ച് മാറിയിട്ടല്ലേ? നമുക്കറിയാം 15-ൽ നിന്ന് 0 ആക്കി കൗണ്ട് ചെയ്യാം. അപ്പോൾ 15 അങ്ങോട്ടേക്ക് എണ്ണുമ്പോൾ എത്ര വരില്ല? 15 0 ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടേക്ക് എണ്ണുമ്പോൾ തിരിച്ചെണ്ണുക 1 2 3 4 5. ദെൻ 5 കഴിഞ്ഞിട്ടോ ചെറിയ വരകൾ എണ്ണി നോക്കുക. അപ്പോൾ 8 മില്ലിമീറ്റർ, 8 കുഞ്ഞു വരകളും കഴിയണം. അപ്പോൾ 5 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ ആയിട്ടാണ് കിട്ടുന്നത്. അടുത്തത് എങ്ങനെയാണ്? കൗണ്ട് ചെയ്തോളൂ. നമുക്ക് കൗണ്ട് ചെയ്യാം. 6-ലാണ് 0 എന്ന് കൺസിഡർ ചെയ്യുക. 6-ൽ കൺസിഡർ ചെയ്യുമ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങണം? 6 0 ആക്കി കൺസിഡർ ചെയ്യുക. 7 1 അങ്ങനെ കൗണ്ട് ചെയ്തോളൂ. 1 2 3 4 5 6 7 8. ഇനി എത്ര ചെറിയ വരകളുണ്ട്? 8 സ്മോൾ ലൈൻസും ഉണ്ട് അല്ലേ? അപ്പോൾ 8 മില്ലിമീറ്റർ. ദെൻ അടുത്തത് എങ്ങനെ കൗണ്ട് ചെയ്യാം? എങ്ങനെ എഴുതാം? 2-നെ നമുക്ക് എന്ത് ചെയ്യാം? 0 ആക്കി കൺസിഡർ ചെയ്യുക. അപ്പോൾ 3 1 ആവും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? 1 2 3 4 5 6. പിന്നെ എത്ര വരകളുണ്ട്? 7 മില്ലിമീറ്റേഴ്സ്. ഇനി നെക്സ്റ്റ് കൗണ്ട് ചെയ്തോളൂ. 7-ൽ നിന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യൂ. 7-ൽ കൗണ്ട് ചെയ്യുമ്പം 7-ൽ 0 ആക്കി കൺസിഡർ ചെയ്യുക. 6 1 ആക്കി കൺസിഡർ ചെയ്യുക. അപ്പോൾ 1 2 3.8 3 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്റർ. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പേപ്പർ സ്ട്രിപ്പ്. മെഷർ ദ ലെങ്ത് ഓഫ് ദി പേപ്പർ സ്ട്രിപ്പ് ഷോൺ ബിലോ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഈ കാണുന്ന പേപ്പറുകൾ നിങ്ങൾ മെഷർ ചെയ്യുക. ഇത് എത്രയാണ് ലെങ്ത് ഉള്ളത്? കറക്റ്റ് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ അളവ് മെഷർ ചെയ്തിട്ട് നിങ്ങൾ നോട്ട്ബുക്ക് ഈ ഫില്ല് ചെയ്യുക. ഈ ലൈൻസ് വിട്ട സ്ഥലത്ത് എത്രയാണുള്ളത് നോക്കൂ. 3 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ് ഫസ്റ്റ് പിങ്ക് കളറ് റിബണിലുള്ളത്, പേപ്പർ സ്ട്രിപ്പിനുള്ളത്. ഇനി അടുത്തത് എത്രയാണുള്ളത് നോക്കൂ. ബ്ലൂ കളേർഡിന് 5 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ. നെക്സ്റ്റ് വൺ 7 സെൻറ്റിമീറ്റർ 8 millimeter. Then the last one have 9 centimeter 0 millimeters. Measure again. In the section playing with math, you measure some object, measure then again more exactly and write them down. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളുടെ മെഷർമെൻറ്റ് നിങ്ങൾ ചെയ്തു നോക്കുക. ലെങ്ത് മെഷേർഡ്
ഏർലി ഇൻ സെൻറ്റിമീറ്റേഴ്സ്. ഇനി നിങ്ങൾ കഴിഞ്ഞ ചെയ്ത രീതിയിൽ തന്നെ പെന്ന്, പെൻസിൽ, നോട്ട്ബുക്ക്, A4 പേപ്പർ എന്നിവയുടെ ലെങ്ത് മെഷേർഡ് ഏർലി ഇൻ സെൻറ്റിമീറ്റർ മാത്രമുള്ള രീതിയിൽ നമ്മൾ മില്ലിമീറ്റർ കൺസിഡർ ചെയ്യുന്നിട്ടില്ലെങ്കിൽ അത് എത്രയുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്യുന്ന ലെങ്ത്ത് അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ലെങ്ത് മെഷേർഡ് ഏർലി ഇൻ സെൻറ്റിമീറ്റർ നിങ്ങൾ നേരത്തെ മെഷർ ചെയ്തവർ അത് നോക്കി അതേപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അല്ലാത്തവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഒരു വസ്തുവിൻ്റെ സെൻറ്റിമീറ്റർ മാത്രം ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ മില്ലിമീറ്റർ അത്ര കൺസിഡർ ചെയ്യണമെന്നില്ല. ആ ലെങ്ത്തുകൾ എഴുതിയെടുക്കുക. പെന്ന്, പെൻസിൽ, നോട്ട്ബുക്ക്, A4 പേപ്പർ എന്നിവയുള്ള ഇതെല്ലാം എഴുതിയെടുക്കുക. സെൻറ്റിമീറ്ററിൽ എക്സാക്ട് ലെങ്ത് ഇൻ സെൻറ്റിമീറ്റർ ആൻഡ് മില്ലിമീറ്റർ, അതിൻ്റെ മൈന്യൂട്ടായിട്ട് വരുന്ന മില്ലിമീറ്ററും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, അതും കൂടി ഈ കാണുന്ന കോളത്തിൽ എഴുതാം. 2 കോളം ഉണ്ട് അല്ലേ, ഒന്ന് 14, 14.5, ഒന്ന് 17, 17.4, 15, 15.3, 19, 19.5, 17, 17.5, then 26, 26.6. ഇങ്ങനെയാണ് മെഷേർഡ് ലെങ്ത് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കൂ, മെഷർ ആൻഡ് ഫൈൻഡ് ഔട്ട്. മെഷർ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ line to the tip of the arrow and write it down. ഇവിടെ ഒരു ആരോ കാണുന്നുണ്ട്. നിങ്ങൾ ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഈ ആരോ കാണുന്നത് വരെയുള്ള മെഷർ ചെയ്തിട്ടുള്ള ലെങ്ത് എഴുതുക, എന്നിട്ട് ബാക്കി ചെയ്യുക. ആദ്യം ആരോയിൽ നിന്ന് ഈ ലെഫ്റ്റ് എൻഡ് മുതൽ ആരോ വരെ എത്രയാണുള്ളത്, 2 സെൻറ്റിമീറ്റർ. What is the distance from the tip of the arrow to the right end of the line? ഈ ആരോ മുതൽ റൈറ്റ് എൻഡ് വരെ എത്രയാണുള്ളതെന്ന് മെഷർ ചെയ്ത് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി, 5 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ലൈൻ? എന്നിട്ട് ടോട്ടൽ ലെങ്ത് എത്രയാണ് ലൈൻ്റെ? ഈ ലൈൻ്റെ മൊത്തം അളവാണ് ചോദിക്കുന്നത്, ടോട്ടൽ ലൈൻ. ഈ 2 ലെങ്ത്തും കൂടി കൗണ്ട് ചെയ്യുക. ദാറ്റ് ഈസ് 2 സെൻറ്റിമീറ്റർ പ്ലസ് 5 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ ഹൗ ഐ കാൽക്കുലേറ്റഡ് എന്നുള്ള ബോക്സിൽ ആൻസർ എടുത്ത് എഴുതുക. കംപ്ലീറ്റ് ദി ടേബിൾ മില്ലിമീറ്റേഴ്സ്. ഇവിടെ തന്നിരിക്കുന്ന ഈ ടേബിളിനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇത് പല ബോക്സുകളിലും വിട്ടുപോയിട്ടുണ്ട്. അത് തൊട്ടടുത്തുള്ള കോളം നോക്കിയിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. എങ്ങനെയാണ്? മില്ലിമീറ്റർ, 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. ഇനി നെക്സ്റ്റ് 20 സെൻറ്റിമീറ്റർ, 20 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 40 മില്ലിമീറ്റർ. ഓക്കെ, ദെൻ മില്ലിമീറ്റർ. നെക്സ്റ്റ് കോളം നോക്കൂ, 70 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്? 7 സെൻറ്റിമീറ്റർ. 90 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 9 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 9 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 90 മില്ലിമീറ്റർ. ദെൻ 100 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. അങ്ങനെ ഈ കോളങ്ങൾ ഫില്ല് ചെയ്യുക. ലെങ്ത് ഓഫ് പെൻസിൽസ്. മൈ പെൻസിൽ ഈസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് 7 millimeters. You can say 57 millimeters instead. അങ്ങനെയും പറയാം. നമുക്ക് എൻ്റെ പെൻസിൽ, ഈ ബോയ് എന്താ പറയുന്നത്, എൻ്റെ പെൻസിൽ 5 സെൻറ്റിമീറ്റർ ഉണ്ട്, അതേപോലെ തന്നെ 7 മില്ലിമീറ്റേഴ്സ് ഉണ്ട്. 5 സെൻറ്റിമീറ്റർ ആൻഡ് 7 മില്ലിമീറ്റേഴ്സ്. അപ്പോൾ ഈ ഗേൾ പറയാണ് യു ക്യാൻ സേ 57 മില്ലിമീറ്റേഴ്സ് ഇൻസ്റ്റഡ്. ഇതിന് പകരം നിനക്ക് എങ്ങനെയും പറയാം 57 മില്ലിമീറ്റേഴ്സ് എന്നും പറയാം. അതെങ്ങനെ കിട്ടി? 5 സെൻറ്റിമീറ്ററിനെ നമുക്ക് മില്ലിമീറ്റർ പറയുകയാണെങ്കിൽ 50 മില്ലിമീറ്റർ എന്ന് കിട്ടും. പിന്നെ 7 സെൻറ്റിമീറ്റർ ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം എത്രയായി? 50 + 7 57 മില്ലിമീറ്റർ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. കാരണം 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 50 മില്ലിമീറ്റേഴ്സാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. മെഷർ ദ ലെങ്ത് ഓഫ് യുവർ പെൻസിൽ ആൻഡ് പെൻസിൽ ഓഫ് യുവർ ഫ്രണ്ട്, റൈറ്റ് ദം ഇൻ ദ ടേബിൾ. ദെൻ നെയിം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് എഴുതുക, അവരുടെ പെൻസിൽ ലെങ്ത്ത് നിങ്ങൾ ഗസ് ചെയ്ത് എഴുതുക. അതേപോലെ ലെങ്ത് ഓഫ് ദി പെൻസിൽ മെഷർ ചെയ്ത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത ലെങ്ത്തും എഴുതുക. ആൻഡ് ഫസ്റ്റ് രാമുവിൻ്റെ പെൻസിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള ഫ്രണ്ടിൻ്റെ പേര് എഴുതാം.
ലെങ്ത് ഓഫ് ദി പെൻസിൽ ഗസ്റ്റ്, നിങ്ങൾ അവരുടെ പെൻസിൽ എത്രയാണെന്ന് നോക്കുക, ഏകദേശം നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പെൻസിൽ, അത് വെച്ചിട്ട് നിങ്ങളൊരു ഊഹം വെച്ചിട്ട് എഴുതുക. എന്നിട്ട് അവൻ്റെ പെൻസിൽ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആ പെൻസിലിൻ്റെ ലെങ്ത്ത് സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യുക. എന്നിട്ട് അത് എഴുതുക. എങ്ങനെയാണ് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ലെങ്ത് ഓഫ് ദി പെൻസിൽ മെഷേർഡ്, ദറ്റ് ഈസ് here are length of the pencil guessed 10 centimeter, measured length is 10.4 centimeter, and Reena, that is 8 centimeter, and measured length is 8.3 centimeter. Hasina, 5 centimeter is the length of the pencil guessed, and the length of the pencil measured is 5.4 centimeter. അങ്ങനെ നിങ്ങൾക്ക് ഇതും ഫില്ല് ചെയ്യാം. കാൽക്കുലേറ്റ് ആൻഡ് റൈറ്റ് 1 centimeter 8 millimeter. അത് നമുക്ക് എങ്ങനെ എഴുതാം? 1 സെൻറ്റിമീറ്ററിനെ 10 millimeter പ്ലസ് 8 millimeters. 8 millimeters എന്നുള്ളത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, അതുപോലെ അവിടെ എടുത്തത്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 18 millimeters. ആസ് ലൈക്ക് ദാറ്റ് 5 centimeters 8 millimeters. അതും എങ്ങനെ എഴുതാം? 5 centimeter മീൻസ് 50 millimeter പ്ലസ് 8 millimeter ഓൾറെഡി തന്നതും കൂട്ടിയിട്ട് അതും ഇവിടെ എഴുതുക. അപ്പം മൊത്തം എത്ര കിട്ടി? 58 millimeters. ദെൻ യു ക്യാൻ സീ ദാറ്റ് ഹിയർ റിട്ടേൺ 24 millimeters. ഇവിടെ എത്ര മില്ലിമീറ്റേഴ്സാണ് എഴുതിയിട്ടുള്ളത്? 24 millimeters ആണ് എഴുതിയിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 20 എന്നുള്ളത് വേറെ എടുക്കുക, 4 എന്നുള്ളതും രണ്ടെണ്ണമാക്കി എടുക്കുക. അങ്ങനെ ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 20 millimeter പ്ലസ് 4 millimeter. അത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഞാൻ എൻ്റെ രീതിയിൽ എഴുതിയതാണ്. 24ൽ കൂടരുത്. 20 millimeters പ്ലസ് 4 millimeters, ദാറ്റ് ഈസ് 2 centimeter and 4 millimeters. Then the next column is 30 millimeters plus 6 millimeters. അതെങ്ങനെ എഴുതാം? 36 millimeter എഴുതാം. സെൻറ്റിമീറ്റർ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 centimeter 6 millimeters. Can you name some object less than a centimeter long? ഇനി 1 സെൻറ്റിമീറ്ററിൽ താഴെയുള്ള സാധനങ്ങളുടെ പേരൊക്കെ എഴുതാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കാണുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാവും. നട്ട്, ബോൾട്ട്, ബട്ടണ്, ഇതേപോലത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ 1 സെൻറ്റിമീറ്ററിൽ ചെറുത് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് മെഷർ ചെയ്ത് നോക്കുക, ഒന്ന് എഴുതി നോക്കുക. എന്തൊക്കെയാണ് കിട്ടാം? മിക്കവാറും സ്ക്രൂ ആയിരിക്കും, നട്ട്സ്, ബോൾട്ട്, ബട്ടണ്, ഇവയൊക്കെ 1 സെൻറ്റിമീറ്ററിൽ താഴെയുള്ള സാധനങ്ങൾ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ, അല്ലേ? Fill in the blanks. In the excellent test, Sanu's friend are measuring the length of some object. Help them to complete the table. Name: Rani, Chinnu, Tinnu, Appu, Manu, Kani, Shakshi, ശ്രേയ. ഇവരൊക്കെ പേരുകൾ നൽകിയിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള ഒബ്ജക്ട്സ് എന്തൊക്കെയാണുള്ളത്? റിബണ്, ജൂട്ട് സ്ട്രിങ്, കളേർഡ് പേപ്പർ, തിക്ക് സ്ട്രിങ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ ഇവർ. ഇനി ഇത് സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും എഴുതുക, അത് മില്ലിമീറ്റേഴ്സിൽ എഴുതുക, എളുപ്പമാണ്. റിബണ് 16 centimeters 5 millimeter. അപ്പോൾ ടോട്ടൽ എത്ര മില്ലിമീറ്റർ ഉണ്ടാവും? 165 millimeter. എന്ന് വെച്ചാൽ എങ്ങനെ കിട്ടിയത് നമുക്ക്? 16 centimeter എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്ററാണ്? 160 millimeter. അത് പ്ലസ് മില്ലിമീറ്റർ ഓൾറെഡി തന്നതും കൂടി കൂട്ടിയാൽ 165 millimeter. ജൂട്ട് സ്ട്രിങ്ങിന് എത്ര ഉണ്ടാവും? 256 millimeter ആണ് ടോട്ടലായിട്ടുള്ളത് മില്ലിമീറ്റേഴ്സിൽ. അത് നമുക്ക് എങ്ങനെ എഴുതാം? 25 centimeter then 6 millimeters. 25 centimeter 6 millimeters. മനു, കാനി, കളേർഡ് പേപ്പറിൻ്റെ എങ്ങനെയുണ്ട്? 24 centimeter ആണ് ലെങ്ത്ത്. അപ്പോൾ 240 millimeter, 240 millimeters ആണ് ടോട്ടൽ ഉണ്ടാവുക. ഇനി സാക്ഷി, ശ്രേയ, തിക്ക് സ്ട്രിങ്, അതിന് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? 140 millimeter, ദാറ്റ് ഈസ് 40 centimeter. എളുപ്പമല്ലേ ചെയ്യാൻ? ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? Circle, rectangle. Chinu is making a square of side 9 centimeters 5 millimeters using circle bits. ഈർക്കിളിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ചിനു എന്തുണ്ടാക്കി? ഒരു സ്ക്വയർ ഉണ്ടാക്കി.
എത്രയാണ് ലെങ്ത്തുകൾ പറഞ്ഞത്? 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ ലെങ്ത്തിലുള്ള എന്തുണ്ടാക്കി? ഒരു സ്ക്വയർ ഉണ്ടാക്കി. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് സർക്കിൾ വിച്ച് ഷീ കട്ട് ഓഫ് ഫോർ ദിസ്? നിങ്ങൾക്കറിയാം ഒരു സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 4 സൈഡ്സും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡ്സും എത്ര സെൻറ്റിമീറ്റർ തന്നെ ഉണ്ടാവുക? 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ എങ്ങനെയായിരിക്കും അളവുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് മെഷർ ചെയ്ത് എഴുതും? ദ ലെങ്ത് ഓഫ് വൺ സർക്കിൾ ബിറ്റ് ഈസ് 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ. ഇസ്ൻ്റ് ഇറ്റ്? ഓക്കെ, മനസ്സിലായില്ലേ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 4 സച്ച് സർക്കിൾ ബിറ്റ്സ്? അങ്ങനെയുള്ള എത്ര സർക്കിൾ ബിറ്റ്സ് വേണം? ഒരു സൈഡിന് 9.5 ആണെങ്കിൽ അതുപോലത്തെ 4 സൈഡ് ഉണ്ട് നമ്മളെ സ്ക്വയറിന്. 4 9.5 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്ററിലുള്ള ലെങ്ത്തുള്ള എന്ത് വേണം? സർക്കിൾ വേണം. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതും? നമുക്ക് ഇത്രയും വലുപ്പത്തിലുള്ള സർക്കിളിൻ്റെ ടോട്ടൽ സർക്കിൾ ബിറ്റ്സിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്റിമീറ്ററിലുള്ള ആൾക്കാരൊക്കെ മൊത്തത്തിൽ ആഡ് ചെയ്യും. അപ്പം 9 സെൻറ്റിമീറ്ററുള്ള എത്ര പീസുകൾ വേണം? 4 സൈഡിലും ഉണ്ടല്ലേ? 9.5 ഉണ്ട് എന്നുവെച്ചാൽ 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും അല്ല, 9 മാത്രം നമ്മൾ ആദ്യം ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ 9 9 9 4 സൈഡിലും വേണം. അത് നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യം ആഡ് ചെയ്യും. 9 9 + 9 + 9 + 9 എന്ന് ഇതിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? 4 × 9 4 × 9 എന്ന് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ 36 കിട്ടി. 9 × 4 അല്ലെ 4 × 9 36 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി നമ്മൾ ബാക്കി എന്തുണ്ട്? 5 മില്ലിമീറ്ററും അതുപോലെ 4 എണ്ണം വേണം അല്ലേ? അപ്പോൾ 4 × 4 × 5 ദാറ്റ് ഈസ് 20 മില്ലിമീറ്റർ. ഹൗ മെനി സെൻറ്റിമീറ്റർ ഈസ് 20 മില്ലിമീറ്റർ? 20 മില്ലിമീറ്റർ എന്ന് പറഞ്ഞത് എത്ര സെൻറ്റിമീറ്ററാണ്? 2 സെൻറ്റിമീറ്ററാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് 4 ഈക്വൽ ബിറ്റ് ഓഫ് ലെങ്ത് 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? 36 സെൻറ്റിമീറ്റർ + 20 മില്ലിമീറ്റർ എഴുതാം. 20 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പം മൊത്തത്തിൽ എത്ര കിട്ടി? 38 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടി. വി കാൺ ആൾസോ ഡു ദിസ്. ലെങ്ത് ഓഫ് വൺ സർക്കിൾ ബിറ്റ് 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ. അതിനെ ലെങ്ത് ഓഫ് 4 സർക്കിൾ ബിറ്റ്സ് ആണെങ്കിൽ 4 × 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ മുകളിൽ എഴുതി അതുപോലെ അങ്ങോട്ട് എടുത്ത് എഴുതുക. അങ്ങനെയുള്ള എത്ര പീസ് വേണം? 4 പീസ് വേണം. അപ്പോൾ 4 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിൽ എഴുതാം? മൊത്തം മില്ലിമീറ്ററിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ എത്രയായിട്ടുണ്ടാവും? 9 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 90 മില്ലിമീറ്റേഴ്സ് ഉണ്ടാവും. 90 മില്ലിമീറ്റർ + 5 95. 4 × 95 മില്ലിമീറ്റേഴ്സ്. ടോട്ടൽ എത്ര ഉണ്ടാവും? 3 × 380. 4 × 95 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു സൈഡിൽ ചെയ്ത് നോക്കുക. 95 × 4 ചെയ്തിട്ട് ആൻസർ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. അപ്പോൾ 380 മില്ലിമീറ്റർ എന്നുള്ളത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 38 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത് ഓഫ് സർക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ. സാക്ഷി ഈസ് മേക്കിംഗ് എ റെക്റ്റാങ്കിൾ വിത്ത് 4 circle bits. Total length of 2 piece is 20 centimeter 4 millimeter and total length of the other 2 piece is 16 centimeter 6 millimeter. What is the total length of all 4 pieces? Help Sakshi to calculate the length. Write how you calculated. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ സാക്ഷി എന്താണ് ഉണ്ടാക്കിയത്? റെക്റ്റാങ്കിളാണ് ഉണ്ടാക്കിയത് സർക്കിൾ കൊണ്ട്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? റെക്റ്റാങ്കിളിലെ 2 സൈഡ്സ് പാരലൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതേപോലെ അപ്പുറത്തെ സൈഡ് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ? ഓപ്പോസിറ്റായിട്ട് വരുന്ന പാരലായിട്ട് വരുന്ന സൈഡ്സുകൾ തമ്മിൽ ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യും?
ഈ ഒരേപോലെ വരുന്ന സൈഡുകളെ തമ്മിൽ പാരലായിട്ട് വരുന്ന സൈഡുകളെ തമ്മിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യുക, മറ്റേതും ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് മൊത്തം ലെങ്ത്ത് കിട്ടുന്നത്. അപ്പോൾ ഒരു ടോട്ടൽ ലെങ്ത് ഓഫ് 2 പീസ് ഇസ് 20 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ. അപ്പോൾ അതെടുക്കുക, പ്ലസ് അപ്പുറത്ത് അതേപോലെ ടോട്ടൽ ലെങ്ത് ഓഫ് ദി അതർ 2 പീസ് ഇസ് 60 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ. മൊത്തം രണ്ടിനും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ സെൻറ്റിമീറ്ററുള്ള ആൾക്കാരെ തമ്മിൽ ഫസ്റ്റ് ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 20 സെൻറ്റിമീറ്റർ പ്ലസ് 16 സെൻറ്റിമീറ്റർ എടുക്കുക, പിന്നെ 4 മില്ലിമീറ്റർ പ്ലസ് 6 മില്ലിമീറ്റർ ആഡ് ചെയ്യുക. അപ്പോൾ മൊത്തം എത്ര കിട്ടി? 36 സെൻറ്റിമീറ്റർ കിട്ടി. 10 മില്ലിമീറ്റർ 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 36 പ്ലസ് 1 എന്താണ്? 37 സെൻറ്റിമീറ്റേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് പേജ് എടുത്തോളൂ. ടോട്ടൽ ലെങ്ത്. The length of a pencil is 7 centimeters and 8 millimeters, and the length of the another pencil is 5 centimeter and 3 millimeter. What is the total length? 8 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും ഉള്ളൊരു പെൻസില്, വേറെ പെൻസിൽ എത്രയാണ്? 5 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും. അത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം സെൻറ്റിമീറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, പിന്നെ മില്ലിമീറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് മില്ലിമീറ്ററിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യുക? സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര കിട്ടി? 12 സെൻറ്റിമീറ്ററും 11 മില്ലിമീറ്ററും കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? 12 സെൻറ്റിമീറ്റർ പ്ലസ് 11 മില്ലിമീറ്ററിൽ നിന്ന് ഒരു 10 മില്ലിമീറ്റർ നമ്മൾ മാറ്റി വെച്ചാൽ അതൊരു സെൻറ്റിമീറ്ററാവും. അപ്പോൾ അത് പ്ലസ് ഒരു ചെറിയൊരു 1 മില്ലിമീറ്റർ ഉണ്ടാവും എക്സ്ട്രാ അല്ലേ. അപ്പോൾ മൊത്തം 13 സെൻറ്റിമീറ്റർ പ്ലസ് 1 മില്ലിമീറ്റർ ആയിരിക്കും ടോട്ടൽ ലെങ്ത്ത് ഉണ്ടാവുക. മില്ലിമീറ്ററിൽ മൊത്തം മില്ലിമീറ്റർ പറയുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? 131 മില്ലിമീറ്റേഴ്സ്. ഇതിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. We often write centimeter for a cm for a centimeters and mm for millimeter. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഷോർട്ടാക്കി എങ്ങനെ എഴുതൽ? സെൻറ്റിമീറ്റർ എന്ന് മൊത്തം എഴുതാറില്ല. നമ്മൾ cm എന്നാണ് സെൻറ്റിമീറ്ററിന് എഴുതൽ. cm സെൻറ്റിമീറ്റർ ആൻഡ് മില്ലിമീറ്ററിന് mm എന്നാണ് എഴുതാറുള്ളത്. അടുത്തത് നോക്കൂ. ബ്രോക്കൺ scale. My scale is broken. I have a piece 8 centimeter 4 millimeter long and I have the other piece. എൻ്റെ കയ്യിൽ വേറെ പീസ് ഉണ്ട്. മറ്റേ കുട്ടി പറയണേ, എൻ്റെ കയ്യിലൊരു പീസ് ഉണ്ട്, അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞത്? 8 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ ലോങ് ആണ്. ഇനി ആ ബോയിൻ്റെ കയ്യിൽ മറ്റേ പീസ് ഉണ്ട്, അതിൻ്റെ ലെങ്ത്താണ് പറയേണ്ടത്. ടുഗദർ ദേ ഷുഡ് മേക്ക് 15 സെൻറ്റിമീറ്റർ. ഇത് രണ്ടുപേരും കൂടി ഇതിനെ കൂട്ടിക്കഴിഞ്ഞാൽ, ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സെൻറ്റിമീറ്റർ കിട്ടണം? 15 സെൻറ്റിമീറ്റേഴ്സ് കിട്ടണം. ഈ ബോയിലുള്ള കയ്യിലുള്ളതിൻ്റെ പീസിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇപ്പോൾ അറിയില്ല. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തം 15 സെൻറ്റിമീറ്റർ കിട്ടണം. അപ്പോൾ ഗേളിൻ്റെ കയ്യിലുള്ളത് എത്രയാണുള്ളത്? 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററുമാണുള്ളത്. അതിൽ നിന്ന് 15 സെൻറ്റിമീറ്ററിൽ നിന്ന് മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ബോയുടെ കയ്യിലുള്ള സ്കെയിലിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 15 സെൻറ്റിമീറ്ററിനെ 8 സെൻറ്റിമീറ്ററിൽ നിന്ന് മൈനസ് ചെയ്യണം. അതേപോലെ തന്നെ 4 മില്ലിമീറ്റർ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ ഉള്ളതും മില്ലിമീറ്റർ ഉള്ള രണ്ട് യൂണിറ്റിലാണുള്ളത്. അതുകൊണ്ട് നമുക്ക് മൈനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 15 സെൻറ്റിമീറ്റർ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതണം? 14 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ സെപ്പറേറ്റ് ആക്കി എഴുതുക. അത് കൂട്ടുകാർക്ക് മനസ്സിലാവും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. എന്നിട്ട് മൈനസ് 8 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? സെൻറ്റിമീറ്ററുള്ള രണ്ട് സാധനങ്ങൾ കിട്ടി.
സെൻറ്റിമീറ്ററുള്ള വസ്തുക്കളെ സെൻറ്റിമീറ്ററിൽ നമുക്ക് മൈനസ് ചെയ്യാം. മില്ലിമീറ്ററുള്ളത് സെൻറ്റിമീറ്ററിൽ നിന്ന് മൈനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഫസ്റ്റ് സെൻറ്റിമീറ്റർ ഉള്ളതിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും, എന്നിട്ടാണ് മൈനസ് ചെയ്യുക. അപ്പോൾ 14 സെൻറ്റിമീറ്റർ അതുപോലെ എഴുതുക. 1 സെൻറ്റിമീറ്റർ എന്നുള്ളതിനെ മില്ലിമീറ്ററിലേക്കും എഴുതുക. അപ്പോൾ രണ്ട് സൈഡിലും എന്തിലൊക്കെ കിട്ടും? നമുക്ക് രണ്ട് സൈഡിലും 40 സെൻറ്റിമീറ്ററിലും കിട്ടി, മില്ലിമീറ്ററിലും കിട്ടി. അപ്പോൾ സെൻറ്റിമീറ്ററുള്ള സാധനങ്ങൾ സെൻറ്റിമീറ്ററിൽ നിന്ന് മൈനസ് ചെയ്യുക, മില്ലിമീറ്ററുള്ള സാധനങ്ങൾ മില്ലിമീറ്ററുള്ളത് മാത്രം മൈനസ് ചെയ്യുക. അപ്പോൾ സബ്സ്ട്രാക്റ്റിംഗ് 8 സെൻറ്റിമീറ്റർ ഫ്രം 14 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 4 മില്ലിമീറ്റേഴ്സ് ഫ്രം 10 മീറ്റർ ക്യൂ 6 സെൻറ്റിമീറ്റേഴ്സ് 6 മില്ലിമീറ്റേഴ്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. അത് നിങ്ങൾ മൈനസ് ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കുക, അതുപോലെ എഴുതിയെടുക്കുക. മനസ്സിലായില്ലേ? ഇനി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു മെത്തേഡ്. ഈ മൊത്തം എന്ത് ചെയ്യുക? എല്ലാവരെയും ഒരു യൂണിറ്റിലേക്ക് മാറ്റുക. ഈ സെൻറ്റിമീറ്റർ നമ്മൾ മൊത്തം മില്ലിമീറ്ററിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ സെൻറ്റിമീറ്ററുള്ള സാധനങ്ങളെ മൊത്തം സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുകയായിട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സെൻറ്റിമീറ്ററിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യുക? മില്ലിമീറ്ററിലേക്ക് മാറ്റുക. അപ്പോൾ സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ 150 മില്ലിമീറ്റർ മൈനസ് 8 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ ഉള്ളത് 80 സെൻറ്റിമീറ്ററും 80 മില്ലിമീറ്ററും 4 മില്ലിമീറ്ററും കൂടി ആഡ് ചെയ്താൽ 84 മില്ലിമീറ്ററായി. മൊത്തം 150 മില്ലിമീറ്ററിൽ നിന്ന് 84 മില്ലിമീറ്റർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 66 മില്ലിമീറ്റേഴ്സ് കിട്ടി. 66 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്റേഴ്സും ആണ് അല്ലേ? അങ്ങനെയാണ്. അടുത്ത പേജ് എടുത്തോളൂ. സ്പോർട്സ് ഫെസ്റ്റ്. കൺഗ്രാജുലേഷൻ ചിന്നു, ഫസ്റ്റ് പ്ലേസ് ഓൺ ലോങ് ജമ്പ്. ഗുഡ് ഗേൾ. താങ്ക് യു ടീച്ചർ. വാട്ട് ഡിസ്റ്റൻസ് ഡിഡ് ഐ ജമ്പ്? ടീച്ചർ എന്താണ് കൺഗ്രാജുലേഷൻ പറയാണ് ചിന്നുവിനോട്. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് പ്ലേസ് കിട്ടി ലോങ് ജമ്പിൽ, നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് കൺഗ്രാജുലേഷൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടാപ്പ് അവൾ എന്താണ് തിരിച്ചു പറയുന്നത്? താങ്ക് യു ടീച്ചർ. വാട്ട് ഡിസ്റ്റൻസ് ഡിഡ് ഐ ജമ്പ്? ഞാൻ എത്ര ദൂരം ചാടി ടീച്ചറെ എന്നാണ് ചോദിക്കുന്നത്. സി ചിന്നു ജംപ്സ് ജമ്പ് 1 2 3 ഡിസ്റ്റൻസ്. അവർ ഓരോ റൗണ്ടിലും ചാടിയ ഡിസ്റ്റൻസാണ് താഴെ കാണിക്കുന്നത്. ജമ്പ് 1, ജമ്പ് 2, ജമ്പ് 3. എത്ര സെൻറ്റിമീറ്റേഴ്സ് ഉള്ളത്? ഫസ്റ്റ് ഡിസ്റ്റൻസ് എഴുതി നോക്കൂ. 1 മീറ്റർ 9 സെൻറ്റിമീറ്റർ, 2 മീറ്റർ 17 സെൻറ്റിമീറ്റർ, 2 മീറ്റർ 46 സെൻറ്റിമീറ്റർ. കൂട്ടുകാരൊരു കാര്യം മനസ്സിലാക്കണം, ഡിസ്റ്റൻസിൻ്റെ ലെങ്ത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് മില്ലിമീറ്റർ. അതിൻ്റെ നേരെ മുകളിൽ വരുന്ന 10 മില്ലിമീറ്റർ 1 സെൻറ്റിമീറ്റർ ആവും. അതുപോലെ തന്നെ 100 സെൻറ്റിമീറ്ററാണ് എന്ത്? 1 മീറ്റർ. 100 സെൻറ്റിമീറ്ററിന് നമുക്ക് എന്ത് പറയാം? മീറ്റർ. മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. അങ്ങനെയാണ് നമ്മുടെ ലെങ്ത്തിൻ്റെ നീളത്തിൻ്റെ യൂണിറ്റ്സുകളുള്ളത്. ഏറ്റവും ചെറുത് നമുക്ക് അളക്കാൻ പറ്റുന്ന ഉള്ളതിൽ ഏറ്റവും ചെറുതാണിപ്പോൾ മില്ലിമീറ്റർ. നേരെ മുകളിലുള്ളത് സെൻറ്റിമീറ്റർ, അതിൻ്റെ നേരെ മുകളിലുള്ളത് മില്ലിമീറ്റർ, അതിൻ്റെ മുകളിലുള്ളത് കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന യൂണിറ്റുകളെല്ലാം നോക്കൂ. എന്തൊക്കെയാണ്? 2 മീറ്റർ 17 സെൻറ്റിമീറ്റർ, 2 മീറ്റർ 46 സെൻറ്റിമീറ്റർ. ഈ ചിന്നു എന്ന് പറഞ്ഞ ഗേള് ജമ്പ് ചെയ്ത ദൂരങ്ങളെയാണ് ഈ താഴെ കാണിക്കുന്നത്. ഓരോ പ്രാവശ്യവും ജമ്പ്, ഫസ്റ്റ് ജമ്പ്, സെക്കൻഡ് ജമ്പ് ആൻഡ് തേർഡ് ജമ്പ്. വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ചിന്നു ജമ്പ്ഡ്? ചിന്നു ഇപ്പോൾ ചാടിയതിൽ വെച്ച് ഏറ്റവും ദൂരം ചാടിയത് ഏതാണ്? 2 മീറ്റർ 46 സെൻറ്റിമീറ്റർ. റൈറ്റ് ഇൻ മീറ്റേഴ്സ് ആൻഡ് സെൻറ്റിമീറ്റേഴ്സ്. മീറ്ററിലും സെൻറ്റിമീറ്ററും നിങ്ങളെ ഇത് ഇവിടെ എഴുതുക. 2 മീറ്റർ 46 സെൻറ്റിമീറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 200 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. 46 സെൻറ്റിമീറ്ററും കൂട്ടിയിട്ട് എന്ത് എഴുതാം? 246 സെൻറ്റിമീറ്റേഴ്സ് എന്ന് എഴുതാം. ഈ ബോക്സിൽ കൊടുത്തത് നോക്കൂ. 1 മീറ്റർ ഇസ് 100 സെൻറ്റിമീറ്റേഴ്സ്. ഹൗ മച്ച് മോർ ഇൻ തേർഡ് ജമ്പ് ദാൻ ദ ഫസ്റ്റ് ജമ്പ്? ഫസ്റ്റ് ജമ്പിലേക്കാളും എത്രയാണ് ഇവൾ കൂടുതൽ ചാടിയത് എന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? 2 മീറ്റർ 46 സെൻറ്റിമീറ്റർ മൈനസ് 1 മീറ്റർ 96 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. അപ്പം സബ്സ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? 2 മീറ്റർ 46 സെൻറ്റിമീറ്റർ 1 മീറ്റർ 96 സെൻറ്റിമീറ്റർ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
50 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ ലഭിക്കുന്നതാണ്. ഹൗ മച്ച് മോർ ഇസ് ദ തേർഡ് ജംപ് ദാൻ ദി സെക്കൻഡ് ജംപ്? ഇനി അടുത്തത് എങ്ങനെ എഴുതാം? 2 മീറ്റർ 46 സെൻറ്റിമീറ്റർ മൈനസ് 2 മീറ്റർ 15 സെൻറ്റിമീറ്റർ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 46 സെൻറ്റിമീറ്ററിൽ നിന്ന് 17 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 29 സെൻറ്റിമീറ്റർ. 2 മീറ്റർ മൈനസ് ചെയ്താൽ 0. മൊത്തം എത്രയാണ്? 49 സെൻറ്റിമീറ്റർ. Race. My brother has completed 3 laps. Teacher has said that 1 lap is 400 meters. എന്താണ് ഇവിടെ പറയുന്നത്? എൻ്റെ ബ്രദറ് 3 ലാപ്സ് 3 റൗണ്ട് കംപ്ലീറ്റ് ആക്കി. ടീച്ചർ സെഡ് ദാറ്റ് 1 ലാപ്പ് ഇസ് 400 മീറ്റേഴ്സ്. ഒരു പ്രാവശ്യം ഈ ഗ്രൗണ്ട് ചുറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 മീറ്റേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ അവൾ എത്ര ലാപ്സ് കംപ്ലീറ്റ് ചെയ്തു? 3 ലാപ്സ് കംപ്ലീറ്റ് ചെയ്തു. സോ ഹി ഹാസ് റൺ 1200 മീറ്റേഴ്സ്. അപ്പോൾ അവൾ എത്ര റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു? എത്ര മീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ചാൽ 3 × 400. 3 × 400 ചെയ്താൽ എത്ര കിട്ടും? 1200. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 12 കിട്ടും. ഇനി റിമൈനിങ് ആയിട്ടുള്ള സീറോസ് ലെഫ്റ്റ് റൈറ്റിൽ ആഡ് ചെയ്യുക. അപ്പോൾ 1200 എന്ന് കിട്ടും. ഹൗ മച്ച് മോർ ഷുഡ് ചിന്നു ബ്രദർ ഹാസ് ടു റൺ ടു കംപ്ലീറ്റ് 3000 മീറ്റേഴ്സ്? എത്രയാണ് ഇനി 3000 മീറ്റേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ചിന്നുവിൻ്റെ ബ്രദറ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്? എങ്ങനെ നമുക്ക് ലഭിക്കും? 3000 മൈനസ് 1200. ദാറ്റ് ഈസ് 3000 നിന്ന് ആദ്യം 1000 റെഡ്യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 2000 കിട്ടും. ഞാൻ ഇന്ന് ബാക്കി 200 കൂടി മൈനസ് ചെയ്യുക, 200 കൂടി മൈനസ് ചെയ്യുക. അപ്പോൾ 1800 എന്ന് നമുക്ക് ലഭിക്കും. ഇനി ഇത് നമുക്ക് എങ്ങനെ കിലോമീറ്റേഴ്സിൽ പറയാമെന്ന് നോക്കാം. റിമെമ്പർ 1 കിലോമീറ്റർ ഈസ് 1000 മീറ്റേഴ്സ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ എത്ര കിലോമീറ്റേഴ്സാണ് വേണ്ടത്? ഹൗ മെനി കിലോമീറ്റേഴ്സ് ഈസ് 3000 മീറ്റേഴ്സ്. 3000 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും? 3 കിലോമീറ്റേഴ്സ്. ഇനി നിങ്ങൾ ഈ ബോക്സ് കാണുന്നില്ലേ? താഴെയുള്ള ഈ ബോക്സിലുള്ള എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണേ. ഇങ്ങനെ പറയുന്നത് നോക്കൂ. 1 മീറ്റർ ഇസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് മീറ്റർ എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റേഴ്സ്. ക്വാർട്ടർ മീറ്റർ എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റേഴ്സ്. 3/4 മീറ്റർ എന്ന് പറഞ്ഞാൽ 75 മീറ്റേഴ്സ്. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ, അര മീറ്റർ 50 സെൻറ്റിമീറ്റർ, 1/4 മീറ്റർ എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ, 3/4 മീറ്റർ എന്ന് പറഞ്ഞാൽ 75 സെൻറ്റിമീറ്റേഴ്സ്. എളുപ്പമല്ലേ? ഇനി കിലോമീറ്ററിൽ ഇതേപോലെ നമുക്ക് പറയാം. 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 1000 മീറ്റേഴ്സ്. ഹാഫ് കിലോമീറ്റർ അല്ലെങ്കിൽ അര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 500 മീറ്റേഴ്സ്. 1/4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 250 മീറ്റേഴ്സ്. 3/4 മീറ്റർ എന്ന് പറഞ്ഞാൽ 750 മീറ്റേഴ്സ്. ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗെയിൻ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ. ഹാഫ് മീറ്റർ അല്ലെങ്കിൽ അര മീറ്റർ എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ. ക്വാർട്ടർ മീറ്റർ എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ. 1/4 മീറ്റർ എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്റർ. ദെൻ 3/4 മീറ്റർ എന്ന് പറഞ്ഞാൽ 3/4 മീറ്റർ എന്ന് പറഞ്ഞാൽ 75 സെൻറ്റിമീറ്റേഴ്സ്. സെയിം ലൈക്ക് ദാറ്റ് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റേഴ്സ്. ഹാഫ് കിലോമീറ്റർ അല്ലെങ്കിൽ അര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 500 മീറ്റേഴ്സ്. ക്വാർട്ടർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 250 മീറ്റേഴ്സ്. 3/4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 750 മീറ്റേഴ്സ്. അപ്പോൾ ഇത് നന്നായിട്ട് തറവായിട്ട് പഠിക്കണേ. റൈറ്റ് ദ ലെങ്ത്. 1.5 മീറ്റർ ഇസ് 1 മീറ്ററും അതിൻ്റെ ഹാഫും കൂടി കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? 150 സെൻറ്റിമീറ്റർ. 5.75 മീറ്റർ ഇസ് 5ഉം പിന്നെ എത്രയാണ് പറഞ്ഞത്? 3/4.
3/4 മീറ്റേഴ്സ്. 3/4 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 75 സെൻറ്റിമീറ്റർ. അപ്പം 5 ആകുമ്പോൾ 500 പ്ലസ് 75 575 സെൻറ്റിമീറ്റേഴ്സ്. 6.5 മീറ്റേഴ്സ്. 6.5 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 650 സെൻറ്റിമീറ്റർ. 2.25 meters is 225 centimeter. Next one, to the school. After the excellence fest, Chinnu returned home with her father. Dad, how far is the school from our home? 3.5 kilometers. അപ്പോൾ ഒരു എക്സലൻറ്റ് ഫെസ്റ്റ് കഴിഞ്ഞിട്ട് ഫാദറും ചിന്നുവും കൂടി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അവൾ ഫാദറോട് എന്താ ചോദിച്ചത്? ഹൗ ഫാർ ഇസ് ദ സ്കൂൾ ഫ്രം അവർ ഹോം? സ്കൂളിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് എത്ര ദൂരം സഞ്ചരിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. 3.5 കിലോമീറ്റർ. 3.5 കിലോമീറ്റർ. 3.5 കിലോമീറ്ററും കൂടി സഞ്ചരിക്കാനുണ്ട്. അത് നമുക്ക് എങ്ങനെ പറയാം? വി ക്യാൻ ആൾസോ സേ 3 കിലോമീറ്റേഴ്സ് ആൻഡ് 500 മീറ്റേഴ്സ്. ഹാഫ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 500 മീറ്റേഴ്സ്. അങ്ങനെ 3,500 meters. 3,500 meters. Write the distance from the Chinnu's home to the school in meters. ഈ ബോക്സിൽ എഴുതുക. നെക്സ്റ്റ് വൺ, see the distance to the school from the home of Chinnu's friends. Missing the distance. ഓരോ കുട്ടികൾക്കും അവരുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ബോക്സിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. മാനു, ആരതി, സിയ, ആൽബിൻ ഇവർ കുട്ടികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ബോക്സിൽ എന്താണുള്ളത്? ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സ്. ഓരോ കുട്ടിക്കും സ്കൂളിൽ നിന്ന് വീട്ടിലെത്താനുള്ള ദൂരം, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്താനുള്ള ദൂരം രണ്ടും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2,500 മീറ്റേഴ്സാണ് ഇവിടെ മനുവിൻ്റെത് കൊടുത്തത് എങ്ങനെയാണ്? 2,500 മീറ്റേഴ്സ്. അത് നമ്മൾ കിലോമീറ്റേഴ്സിൽ എങ്ങനെ എഴുതാം? 2 കിലോമീറ്റർ 500 മീറ്റേഴ്സ്. ഇനി ആരതിൻ്റെ 5,245 മീറ്റേഴ്സ് എങ്ങനെ എഴുതാം? 5 കിലോമീറ്റർ 245 മീറ്റേഴ്സ്. സിൻ്റെ അത് എഴുതണം. നമുക്ക് കിലോമീറ്റർ തന്നിട്ടുണ്ട്. തിരിച്ചിപ്പുറത്തെ കോളം നമ്മൾ അത് നോക്കിയിട്ട് ഫില്ല് ചെയ്യണം. 3 കിലോമീറ്റേഴ്സ് 800 മീറ്റേഴ്സ്. അങ്ങനെ എഴുതാം 3,800 മീറ്റേഴ്സ്. ആൽബിൻ്റെത് എങ്ങനെ തന്നിട്ടുണ്ട്? 4.5 കിലോമീറ്റർ. 4.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 4,500 മീറ്റേഴ്സ്. അപ്പോൾ സെക്കൻഡ് കോളം മീറ്ററിലും തേർഡ് കോളം കിലോമീറ്റർ ആൻഡ് മീറ്റേഴ്സിലുമാണ് എഴുതാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് എഴുതണം. ഇത് കൃത്യമായിട്ട് പഠിക്കണം. വലിയ ക്ലാസ്സിലെത്തിയാലെല്ലാം ആവശ്യമുണ്ടാകുന്നതാണ് ഈ അളവുകളും അവരുടെ യൂണിറ്റുകളും. ബൈസൈക്കിൾ ജേർണി. മാനു ഗോസ് ടു സ്കൂൾ ബൈ ബൈസൈക്കിൾ. How much does he ride each day to school and back? Look at the table and calculate. ഇവിടെ മനുവിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? സ്കൂളിൽ ബൈസൈക്കിളിൽ പോകുന്ന ദൂരം തന്നിട്ടുണ്ട്. ഹൗ മച്ച് ഡസ് ഹി റൈഡ് ഈച്ച് ഡേ ടു സ്കൂൾ ആൻഡ് ബാക്ക്? ഒരു ദിവസം അവൻ സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കും വരാൻ അവൻ എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ട് എന്നാണ്. ലുക്ക് അറ്റ് ദി ടേബിൾ ആൻഡ് കാൽക്കുലേറ്റ്. മനുവിൻ്റെത് ഈ ടേബിളിൽ നോക്കിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2,500 മീറ്റേഴ്സ് സ്കൂളിലേക്ക് പോവാൻ, തിരിച്ച് അതേ ദൂരം വേണ്ടേ വീട്ടിലേക്ക് തിരിച്ചു വരാൻ. അപ്പോൾ എത്ര ഉണ്ട്? 2,500 മീറ്റേഴ്സ് എഗെയിൻ ആഡ് ചെയ്യുക. അപ്പോൾ മൊത്തം എത്ര കിട്ടി നിങ്ങൾക്ക്? 5,000 മീറ്റേഴ്സ് കിട്ടി അല്ലേ? അത് കിലോമീറ്റേഴ്സിൽ എങ്ങനെ എഴുതാം? 5 കിലോമീറ്റേഴ്സ്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. 2.5 കിലോമീറ്റർ പ്ലസ് 2.5 കിലോമീറ്റർ. 2 കിലോമീറ്റേഴ്സ് 500 മീറ്റേഴ്സ് പ്ലസ് 2 കിലോമീറ്റേഴ്സ് പ്ലസ് 500 മീറ്റേഴ്സ് ആഡ് ചെയ്യുക. ആദ്യം കിലോമീറ്റേഴ്സ് ആഡ് ചെയ്യുക. അപ്പോൾ 4 കിലോമീറ്റേഴ്സ് കിട്ടി. ഇനിയോ 500 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 1,000 മീറ്റേഴ്സ് കിട്ടി. ഈ 1,000 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോമീറ്ററാണ്. അപ്പം മൊത്തം എത്ര കിലോമീറ്ററായി? 5 കിലോമീറ്റേഴ്സ്. 2,500 മീറ്റർ ഈസ് 2.5 കിലോമീറ്റർ അല്ലേ? വി ഓഫൺ റൈറ്റ് എം ഫോർ മീറ്റേഴ്സ് ആൻഡ് കെ എം ഫോർ കിലോമീറ്റർ. നമ്മൾ ഷോർട്ടാക്കിയിട്ട് മീറ്ററിനെ എം എന്ന് സൂചിപ്പിക്കും, കിലോമീറ്ററിനെ കെ എം എന്നും സൂചിപ്പിക്കും.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മച്ച് ഡസ് സിയ ട്രാവൽ ഈച്ച് ഡേ ടു സ്കൂൾ ആൻഡ് ബാക്ക്? Look at the table and calculate. Write the distance in kilometers and meters. How much does Sia travel each day to school and back? Look at the table and calculate. ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ടേബിളിൽ നോക്കുക. സിയ എന്ന് പറഞ്ഞ കുട്ടീനെ നോക്കിയിട്ട് സ്കൂളിലേക്ക് പോകുന്നത് പ്ലസ് അവർ തിരിച്ചു വരുന്നത്. അതും ഇതുപോലെ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്കുള്ള വർക്കാണ്. ഇത് ചെയ്യണേ. We can also say like this. 3¼ kilometers, 3 kilometer, 250 meters. 4½ kilometers, 4 kilometer, 500 meters. 5¾ kilometers, 5 kilometer, 750 meters. Study tour. അടുത്ത ടോപ്പിക്ക് നോക്കാം. സ്റ്റഡി ടൂർ. ചിന്നു ആൻഡ് ഹർ ഫ്രണ്ട്സ് വെൻറ്റ് ഓൺ എ സ്റ്റഡി ടൂർ ടു സൂ ഫ്രം ദ സ്കൂൾ. സ്കൂളിൽ നിന്ന് ചിന്നുവും ഫ്രണ്ട്സും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്, ഒരു സ്റ്റഡി ടൂറിന് പോവുകയാണ്. ഹൗ മച്ച് മോർ ഡു വി ഹാവ് ടു ഗോ? അവൾ ചോദിക്കുകയാണ് എത്ര ദൂരം നമുക്ക് പോകാനുണ്ട്. നൗ വി ഹാവ് ഡൺ 17 കിലോമീറ്റേഴ്സ് ആൻഡ് 260 meters എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഇറ്റ് ഈസ് 24½ kilometers ഫ്രം സ്കൂൾ ടു സൂ. സ്കൂളിൽ നിന്ന് സൂവിലേക്ക് പോകാനുള്ള ദൂരം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 24½ kilometer ഫ്രം സ്കൂൾ ടു സൂയിലേക്ക്. അപ്പോൾ ഈ നമ്മൾ ടൂറിന് പോകുന്ന സമയത്ത് ഇനി എത്ര കൂടുതലുണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനാണ് ചിന്നു ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഡ്രൈവർ എത്ര പറഞ്ഞു? 17 kilometers ആൻഡ് 260 meters എന്ന് പറഞ്ഞു. ഹൗ മച്ച് മോർ ചിന്നു ആൻഡ് ഫ്രണ്ട്സ് ഹാവ് ടു ട്രാവൽ ടു റീച്ച് സൂ? അപ്പോൾ ചിന്നു ചോദിച്ചത് യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചോദിച്ചത്. അപ്പോൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർ എത്ര കിലോമീറ്ററും കൂടി യാത്ര ചെയ്യാനുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 24 kilometer 500 meters മൈനസ് അവരെത്രയാണ് ട്രാവൽ ചെയ്തത്? 17 kilometers 260 meters ആണ് യാത്ര ചെയ്തിട്ടുള്ളത്. ഇനി അത് എന്തിൽ നിന്ന് മൈനസ് ചെയ്യണം? അവർ സ്കൂളിൽ നിന്നും സൂയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിരുന്ന ദൂരം മൈനസ് അവരിപ്പോൾ യാത്ര ചെയ്ത് കഴിഞ്ഞ ദൂരത്തിൽ നിന്ന് മൈനസ് ചെയ്യുക. 17 kilometer 260 meters എന്നുള്ളതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ലഭിക്കും? 24 kilometer 500 meter മൈനസ് 17 kilometer 260 meter എന്നുള്ളത് 7 kilometer 240 meter എന്ന് ആൻസർ കിട്ടും. എങ്ങനെ കിട്ടും? 500 നിന്ന് 260 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 240 ലഭിക്കും. 24 kilometer നിന്ന് 70 kilometer മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7 kilometer എന്നും ലഭിക്കും. റൈറ്റ് ദ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റേഴ്സ് ആൻഡ് മീറ്റേഴ്സ്. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. നിങ്ങൾ കറക്റ്റായിട്ട് യൂണിറ്റ് എഴുതണേ. The zoo is on the way to the park. ഇനി the distance from the school to the park is 30 kilometers. How much should they travel to the park from the zoo? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 30 kilometer മൈനസ് 24 kilometer 500 meters എന്നതിൽ നിന്നും നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ലഭിക്കും? 5 kilometer 500 meters. നമുക്ക് എവിടെ നിന്ന് എവിടേക്കുള്ള ദൂരം കിട്ടുക? ഹൗ മച്ച് ഷുഡ് ദേ ട്രാവൽ ടു ദ പാർക്ക് ഫ്രം ദി സൂ? പാർക്കിൽ നിന്നും സൂവിലേക്കുള്ള ദൂരമാണ് നമുക്ക് ലഭിക്കുന്നത്. സൂ ഈസ് ഓൺ ദ വേ ടു ദ പാർക്ക്. K-phone connection is to be given in 3 schools of Chellikode Panchayat. 20 kilometers of cable has to be laid for this. 12 kilometers and 673 meters of cable was laid from Ponnimala school to Minniyadu school. What is remaining distance to give connection to the third school? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് നോക്കൂ.
KF1 connection is to be given in 3 school of ചില്ലിക്കോട് പഞ്ചായത്തിലുള്ള 3 സ്കൂളിലേക്ക് KF1 ഫോൺ കണക്ഷൻ കൊടുക്കുകയാണ്. 20 കിലോമീറ്റേഴ്സ് ഓഫ് കേബിൾ ഹാസ് ടു ബി ലേഡ് ഫോർ ദിസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 20 കിലോമീറ്ററോളം കേബിള് ഇട്ടിട്ടുണ്ട്. 12 kilometers and 673 meters of cable was laid from പൊന്നുമല സ്കൂൾ ടു മിന്നിയാട് സ്കൂൾ. ഇനി ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് പോകാനുള്ള ദൂരം അല്ലെങ്കിൽ കേബിൾ ഇടാനുള്ള ദൂരമാണ് 12 kilometers 673 meters ഓഫ് വേണ്ടത്. വാട്ട് ഈസ് ദ റിമൈനിങ് ഡിസ്റ്റൻസ് ടു ഗിവ് കണക്ഷൻ ടു ദി തേർഡ് സ്കൂൾ. ഇനി അതിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്കൂളിലേക്ക് വേണ്ട ദൂരമാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. വാട്ട് ഈസ് ദ റിമൈനിങ് ഡിസ്റ്റൻസ് ടു ഗിവൺ ടു കണക്ഷൻ ടു ദി തേർഡ് സ്കൂൾ. അപ്പോൾ 20 kilometers കേബിൾ ടു ബി ലേഡ് ഇൻ ഓൾ. മൊത്തത്തിൽ 20 കിലോമീറ്ററാണ് കേബിൾ ഉള്ളത്. ഇറ്റ് ഈസ് 12 kilometers 673 meters ഫ്രം പൊന്നിമല സ്കൂൾ ടു മിന്നിയാട് സ്കൂൾ. ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡു വി കാൽക്കുലേറ്റ് ദ റിമൈനിങ് ഡിസ്റ്റൻസ് ടു ഗീവ് കണക്ഷൻ ടു തേർഡ് സ്കൂൾ. ഇത് നമുക്കിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത തേർഡ് സ്കൂളിലേക്കുള്ള എത്ര വേണമെന്നുള്ളത് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് 1 20 kilometers minus 12 kilometers 673 meters. 20 kilometers മൈനസ് ചെയ്യാം. ആദ്യം 20 kilometers നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണമാക്കണം. 19 കിലോമീറ്ററും 1 കിലോമീറ്ററും എന്ന് വെച്ചാൽ 20 കിലോമീറ്റർ തന്നെ മൊത്തത്തിൽ. അപ്പോൾ 19 കിലോമീറ്റർ പ്ലസ് 1 കിലോമീറ്ററിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 12 kilometers 673 meters മൈനസ് ചെയ്യണം. ഇനി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഈ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 meters അതവിടെ അങ്ങനെ മാറ്റി എഴുതണേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 19 kilometers മൈനസ് 12 kilometers എന്ന് പറഞ്ഞാൽ എത്രയായി? 1 കിലോമീറ്റർ. ഇനി നമ്മളെ 1000 meters നിന്ന് 673 meters മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര ലഭിച്ചു? 327 meters എന്ന് ലഭിച്ചു. അപ്പോൾ നമ്മളെ ആൻസർ എത്രയാണ്? 7 kilometers 327 meters ഇങ്ങനെ ലഭിച്ചു. ഇനി അല്ലെങ്കിൽ തേർഡ് മെത്തേഡ് ഒന്ന് നോക്കൂ. 20 kilometers മൈനസ് 12 kilometers 673 meters എന്നുള്ളതിനെ നമ്മൾ മൊത്തം മീറ്റേഴ്സിലേക്ക് മാറ്റുക. അപ്പോൾ 20 kilometers എന്ന് പറഞ്ഞാൽ 20,000 meters ആണ്. അതിൽ നിന്ന് നമ്മൾ 673 meters കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 12,673 meters ടോട്ടൽ കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ എന്തും കൂടി ഉണ്ട് ചെയ്യാൻ. 20 kilometers എന്നുള്ളതിന് 20,000 metersൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടിയ 12,673 meters മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7,327 meters കിട്ടി. അതെന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്ററാണ്? 7 kilometers 327 meters ആണ്. ആ രീതിയിലും ചെയ്യാം, ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ടാറിങ്. The road in front of ആരതി's home is being tarred. അപ്പോൾ ആരതിയുടെ വീട്ടിൻ്റെ മുമ്പിലുള്ള റോഡ് ടാർ ചെയ്യാണ്. 9 kilometers and 127 meters is the length of to be tarred. മൊത്തം ടാർ ചെയ്യേണ്ട ദൂരമാണ് കൊടുത്തത്. 9 kilometers 827 meters ലെങ്ത്തുമാണ് ടാർ ചെയ്യാനുള്ളത്. 4 kilometers and 300 meters were tarred during the first day. ഫസ്റ്റ് ഡേ തന്നെ എത്ര കിലോമീറ്ററാണ് ടാർ ചെയ്തത്? 4 kilometers 300 meters ആണ് ടാർ ചെയ്തത്. ഹൗ മച്ച് മോർ റിമൈൻ ടു ബി ടാർഡ്. ഇനി ടാർ ചെയ്യാൻ എത്ര ദൂരം കൂടി ഉണ്ട്? 9 kilometers 827 metersൽ നിന്ന് എത്ര മൈനസ് ചെയ്യുക? 4 kilometers 300 meters മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലഭിച്ചു? 9,827 metersൽ നിന്ന് 4,300 meters മൈനസ് ചെയ്യുക. ഇങ്ങനെ കിട്ടി. 4 kilometerനെ നമ്മൾ മീറ്റേഴ്സിലേക്ക് മാറ്റിയതാണ് 4,000 കിട്ടിയത്. പ്ലസ് അതിൻ്റെ 300 meters കൂടി ആദ്യ 4,300 meters ആയി. ഇതിൽ നിന്ന് ആദ്യം 9,000 നിന്നും 4,000 മൈനസ് ചെയ്യുക. എന്നിട്ട് ബാക്കി 8,825 നിന്ന് 300 മൈനസ് ചെയ്യുക. അങ്ങനെയും ചെയ്യാം. മൊത്തത്തിൽ ചെയ്യാൻ അറിയുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഫൈനൽ ആൻസർ എത്ര കിട്ടി നിങ്ങൾക്ക്?
5525 എന്ന് ആൻസർ ലഭിച്ചു അല്ലേ. ഇനി അത് നമുക്ക് കിലോമീറ്ററിൽ എങ്ങനെ എഴുതാം? 5 കിലോമീറ്റേഴ്സ് 525 മീറ്റേഴ്സ് എന്ന് എഴുതാം. മെത്തേഡ് 2, 9 കിലോമീറ്റേഴ്സ് 825 മീറ്റേഴ്സിൽ നിന്നും 4 കിലോമീറ്റർ 300 മീറ്റേഴ്സ് മൈനസ് ചെയ്യാൻ എളുപ്പവഴി ഇങ്ങനെയും ചെയ്യാം. 9 കിലോമീറ്ററിൽ നിന്ന് 4 കിലോമീറ്റർ മൈനസ് ചെയ്യുക. അപ്പോൾ യൂണിറ്റ് തെറ്റാതെ എഴുതാൻ മറക്കരുത്. 9 കിലോമീറ്റേഴ്സ് എന്ന് എഴുതുക. 825 മീറ്റേഴ്സിൽ നിന്നും 300 മീറ്റേഴ്സ് മൈനസ് ചെയ്യുക. 525 മീറ്റേഴ്സ് കിട്ടി. 9 കിലോമീറ്റർ 825 മീറ്റേഴ്സ് മൈനസ് 4 കിലോമീറ്റർ 300 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 5 കിലോമീറ്റേഴ്സ് 525 മീറ്റേഴ്സ്. രണ്ട് മെത്തേഡിലും ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് എളുപ്പമാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Children are making invitation card for the Excellence Fest. Lini got a rectangular card with one side 16 centimeter 8 millimeters and other side 9 centimeter 2 millimeters. She wants to decorate it by sticking colored paper strip around the edges. How long a strip does she need it? ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇൻവൈറ്റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഏത് ഷേപ്പിലായിരിക്കും? മിക്കവാറും ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ലിനി ഗോട്ട് എ റെക്റ്റാങ്കുലർ കാർഡ് വിത്ത് വൺ സൈഡ് 16 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. ഇനിയോ മറ്റേ സൈഡ് എത്രയാണ്? 9 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്റേഴ്സും നൽകിയിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് 16 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും എന്നും ബ്രെഡ്ത്ത് എന്നുള്ളത് 9 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ എന്നും എടുക്കാം. ഇനി അവൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളേർഡ് പേപ്പർ സ്ട്രിപ്പ് അതിൻ്റെ എഡ്ജസിലൊക്കെ ഒട്ടിക്കണം. അപ്പോൾ അവൾക്ക് ഇതിൻ്റെ എത്ര ലെങ്ത്തുള്ള സ്ട്രിപ്പ് വേണം അവൾക്ക് ഇത് ഒട്ടിക്കാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഒട്ടിക്കാൻ എത്ര വലുപ്പമുള്ള സ്ട്രിപ്പ് വേണ്ടി വരും? ഫസ്റ്റ് നമ്മൾ ഒരു സെറ്റ് ആഡ് ചെയ്യുക. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ 4 സൈഡുകളുണ്ട്. 4 സൈഡുകൾ ഉണ്ടാകുമ്പോൾ അത് 16 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്ന് പറഞ്ഞ ലെങ്ത്തുള്ള 2 സൈഡുകളും 9 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ എന്ന് പറഞ്ഞ 2 സൈഡുകളും ഉണ്ടാകും. ഫസ്റ്റ് 16 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ പ്ലസ് 9 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ പ്ലസ് 16 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ പ്ലസ് 9 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്ററുള്ള മൊത്തം ലെങ്ത്തുള്ള വേണം. നിങ്ങളിത് ഫസ്റ്റ് ആഡ് ചെയ്യുക. ഫസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 25 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഒരു ലെങ്ത്ത് ഒരു ബ്രെഡ്ത്ത് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും അതുപോലെ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് കിട്ടി? 25 സെൻറ്റിമീറ്ററും 10 മില്ലിമീറ്ററുള്ള ലെങ്ത്തുള്ള ലെങ്ത്താണ് ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും കിട്ടിയത്. ഇനി അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും എന്ത് വേണം? ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും കൂടി വേണം. അപ്പം നമ്മൾ എത്ര എടുക്കണം? അതിൻ്റെ ഇരട്ടി എടുക്കണം. 25 സെൻറ്റിമീറ്റർ പ്ലസ് 10 മില്ലിമീറ്റർ മൊത്തത്തിൽ എത്രയാവും? 50 സെൻറ്റിമീറ്റർ 20 മില്ലിമീറ്റർ ലെങ്ത്തുള്ള ഒരു പീസ് വേണം. ഇപ്പോൾ 20 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ മൊത്തം എത്രയായി? 52 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് മൊത്തം വേണ്ടത്. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെക്റ്റാങ്കിളിന് 4 സൈഡുണ്ട്. 4 സൈഡിൽ 2 സൈഡ് സെയിം ആണ്, അടുത്ത 2 സൈഡ് സെയിം ആണ്. അപ്പോൾ 2 സൈഡ് സെയിം ആയതുകൊണ്ട് 16 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്ന് വെച്ചിട്ടുള്ള 2 പീസ് വേണം. 9 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ എന്ന് വെച്ചിട്ടുള്ള 2 പീസ് വേണം. മൊത്തം ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ആദ്യം 60 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ പ്ലസ് 90 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക. എങ്ങനെ ചെയ്താലും മതി, എളുപ്പമുള്ള വഴി ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ചിന്നൂസ് പഞ്ചായത്ത് പൈപ്പ് വേർ ലേഡ് ഫോർ സപ്ലൈയിങ് ഡ്രിങ്കിങ് വാട്ടർ. ഡ്യൂറിങ് ദ ഫസ്റ്റ് വീക്ക് പൈപ്പ് വേർ ലേഡ് along 6 kilometers 700 meters and during the second week 8 kilometers 300 meters. What is the total distance in which pipe were laid?
എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കൂ. ചിന്നുവിൻ്റെ പഞ്ചായത്തിൽ പൈപ്പ് ഇടുവാണ് സപ്ലൈയും വാട്ടറിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് വീക്കിൽ അവർ പൈപ്പിട്ടത് 6 കിലോമീറ്ററും 700 മീറ്ററുമാണ്. സെക്കൻഡ് വീക്കിൽ 8 കിലോമീറ്റർ 300 മീറ്റേഴ്സുമാണ് ഇട്ടത്. ഇപ്പോൾ ടോട്ടൽ എത്രയാണ് അവർ പൈപ്പിട്ടത്? 6 കിലോമീറ്റർ 700 മീറ്റേഴ്സ് പ്ലസ് 8 കിലോമീറ്റർ 300 മീറ്റേഴ്സ് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലഭിച്ചു? 14 കിലോമീറ്റർ 1000 മീറ്റേഴ്സ് എന്ന് ലഭിച്ചു. മൊത്തത്തിൽ എത്രയായി? 1000 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ. അപ്പോൾ 40 കിലോമീറ്ററിനോട് കൂടി 1 കിലോമീറ്ററും കൂടി ആഡ് ചെയ്താൽ 15 കിലോമീറ്റർ ആയി മൊത്തത്തിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നാഷണൽ സർവീസ് സ്കീം മെമ്പർ ഓഫ് ചിന്നു സ്കൂൾ ഡിഡ് എ സൈക്കിൾ റാലി ടു പ്രൊമോട്ട് ബ്ലഡ് ഡൊണേഷൻ. ഇപ്പോൾ ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് NSS, അതാണ് നാഷണൽ സർവീസ് സ്കീമിലെ ചിന്നുൻ്റെ സ്കൂളിലെ മെമ്പേഴ്സ് ഒരു സൈക്കിൾ റാലി നടത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡ് ഡൊണേഷൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്. ദേ റോഡ് 16 കിലോമീറ്റർ 200 മീറ്റേഴ്സ് ഇൻ 2 days. അവർ റോഡിലൂടെ യാത്ര ചെയ്തത് 17 കിലോമീറ്ററും 200 മീറ്ററുമാണ്. The distance they traveled during the first day 9 kilometer 300 meters. What is the distance they traveled during the second day? അപ്പോൾ അവർ മൊത്തം ട്രാവൽ ചെയ്തത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 17 കിലോമീറ്ററും 200 മീറ്റേഴ്സും. ഇനി അവർ ഫസ്റ്റ് ഡേ ട്രാവൽ ചെയ്തതോ 9 കിലോമീറ്റേഴ്സ് 300 മീറ്റേഴ്സ്. അപ്പോൾ സെക്കൻഡ് ഡേ ട്രാവൽ ചെയ്തത് നമുക്ക് എങ്ങനെ ലഭിക്കും? മൊത്തം ട്രാവൽ ചെയ്തതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? ഫസ്റ്റ് ഡേ ട്രാവൽ ചെയ്ത് മൈനസ് ചെയ്യുക. 17 കിലോമീറ്റേഴ്സ് 200 മീറ്റേഴ്സ് മൈനസ് 9 കിലോമീറ്റർ 300 മീറ്റേഴ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിച്ചു? 7 കിലോമീറ്റർ 900 മീറ്റേഴ്സ് എന്ന് ലഭിച്ചു. നമുക്കിതെങ്ങനെ ചെയ്യാം? 7 കിലോമീറ്റർ 200 മീറ്റേഴ്സ് എന്നുള്ളതും മൈനസ് 9 കിലോമീറ്റർ 300 മീറ്റേഴ്സ് എന്നുള്ളത് സബ്സ്ട്രാക്ട് ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യണം? ആദ്യം കിലോമീറ്റേഴ്സിലുള്ള മൈനസ് ചെയ്യുക, പിന്നെ മീറ്റേഴ്സിലാക്കിയിട്ട് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ നേരെ ഡയറക്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യുക. ആസ് പാർട്ട് ഓഫ് ദി പ്രീ മൺസൂൺ ക്ലീനിങ് ദ 15 kilometers long Iruvellipuzha was cleaned in 3 days. 4 kilometers 325 meters was cleaned in first day and 6 kilometers 500 meters was cleaned on the second day. How long was cleaned on the third day? അപ്പോൾ ആസ് പ്രീ മൺസൂൺ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പുഴ ക്ലീൻ ചെയ്യാണ്, ഇരുവല്ലിപ്പുഴ. അപ്പോൾ ഈ പുഴ എത്ര കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്? 15 കിലോമീറ്റർ ലെങ്ത്തുള്ള ഒരു പുഴയാണ്. 3 ദിവസം കൊണ്ട് ക്ലീൻ ചെയ്തു. 4 കിലോമീറ്റർ 325 മീറ്റേഴ്സ് ക്ലീൻ ഫസ്റ്റ് ഡേ. ആദ്യത്തെ ദിവസം 4 കിലോമീറ്ററും 325 മീറ്ററും ക്ലീൻ ചെയ്തു. ആൻഡ് 6 കിലോമീറ്റർ 500 മീറ്റർ വാസ് ക്ലീൻഡ് ഓൺ ദ സെക്കൻഡ് ഡേ. രണ്ടാമത്തെ ദിവസം 6 കിലോമീറ്ററും 500 മീറ്ററും ക്ലീൻ ചെയ്തു. ഹൗ ലോങ് വാസ് ക്ലീൻഡ് ഓൺ ദ തേർഡ് ഡേ? അങ്ങനെയാണെങ്കിൽ തേർഡ് ഡേ എത്രയായിരിക്കും ക്ലീൻ ചെയ്തതെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? 2 ദിവസം കൂടി ക്ലീൻ ചെയ്ത ദൂരം ആഡ് ചെയ്യുക. 4 കിലോമീറ്റർ 325 മീറ്റേഴ്സ് പ്ലസ് 6 കിലോമീറ്റർ 500 മീറ്റേഴ്സ് ആഡ് ചെയ്യുക. നമുക്ക് എത്ര ലഭിച്ചു? 10 കിലോമീറ്റർ 825 മീറ്റേഴ്സാണ് നമുക്ക് ലഭിച്ചത്. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 15 കിലോമീറ്ററിൽ നിന്ന് ഈ കിട്ടിയ ആൻസർ മൈനസ് ചെയ്യുക. 10 കിലോമീറ്റർ 825 മീറ്റേഴ്സ് മൈനസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും? ഈ 15 കിലോമീറ്ററിൽ നിന്ന് 10 കിലോമീറ്റർ മൈനസ് ചെയ്യാൻ മാത്രം പോരാ, എന്ത് ചെയ്യണം? 825 മീറ്റേഴ്സും കൂടി മൈനസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 50 കിലോമീറ്ററിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 14 കിലോമീറ്ററും 1 കിലോമീറ്ററും ആക്കി എഴുതുക. അപ്പോൾ എത്ര ലഭിച്ചു? എന്നിട്ട് ഈ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 മീറ്റേഴ്സാണ് അല്ലേ? 1000 മീറ്ററാണ്. 14 കിലോമീറ്റർ 1000 മീറ്റർ മൈനസ് 10 കിലോമീറ്റർ 825 മീറ്റർ. 4 കിലോമീറ്ററും 175 മീറ്റേഴ്സാണ് നമുക്ക് ആൻസറായിട്ട് ലഭിച്ചത്.
To make a badges for the Excellence Fest, Lini gave some ribbon pieces to her friends. Look at the table and answer the question below. അപ്പോൾ ഓരോ കുട്ടികളുടെ പേരും നൽകിയിട്ടുണ്ട്. അവർക്ക് നൽകിയ റിബൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇവർക്കൊക്കെ ഓരോ പീസ് റിബൺസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്താണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ജാൻവി, ഹാദിയ, ആപ്പി, ഫാരിസ് ഇവർക്ക് കൊടുത്തിട്ടുള്ള ലെങ്ത് ഓഫ് റിബൺ 24 സെൻറ്റിമീറ്റർ, 6 മില്ലിമീറ്റർ, 21 സെൻറ്റിമീറ്റർ, 5 മില്ലിമീറ്റർ, 19 സെൻറ്റിമീറ്റർ, 4 മില്ലിമീറ്റർ, 26 സെൻറ്റിമീറ്റർ, 7 മില്ലിമീറ്റർ ലെങ്ത്തിലുള്ള ഓരോ റിബൺസ് നൽകി. ഇനി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കൂ. How much longer is Paris ribbon than Hadi's ribbon? എത്രയാണ് ഫാരിസിൻ്റെ റിബൺ ഹാദീസിൻ്റെ റിബണിനേക്കാളും ലെങ്ത്ത് കൂടുതലുള്ളത്? അപ്പോൾ നമുക്ക് ഈ മുകളിലെ ടേബിളിൽ നിന്നറിയാം ഫാരിസിൻ്റെത് 26 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ ആണ് അല്ലേ. 26 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ മൈനസ് 21 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ മൈനസ് ചെയ്യുക. ആദ്യം 7 മില്ലിമീറ്ററിൽ നിന്ന് 5 മില്ലിമീറ്റർ മൈനസ് ചെയ്യുക, പിന്നെ 26 സെൻറ്റിമീറ്ററിൽ നിന്ന് 21 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്യുക. അപ്പോൾ മൊത്തത്തിൽ ലഭിച്ചു 5 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ എന്ന് നമുക്ക് ആൻസർ ലഭിച്ചു. ഇനി Janvi and Abhi placed their ribbon end to end and measured the total length. How much is it? ജാൻവിയും അബിയും കൂടി അവരുടെ ഒരാളെ റിബൺ വെച്ചു, തൊട്ടടുത്ത് തന്നെ അതിൻ്റെ എൻഡിൽ മറ്റേ ആളുടെ റിബൺ വെച്ചു. എന്നിട്ട് അവർ മൊത്തം ലെങ്ത്ത് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യുന്നതാണ്. ഹൗ മച്ച് ഈസ് ഇറ്റ് എങ്ങനെ നമുക്ക് കിട്ടും? ആദ്യം ജാൻവിൻ്റെത് എത്രയാണ്? 24 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ പ്ലസ് 19 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ ആഡ് ചെയ്താൽ 43 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ എന്ന് ലഭിക്കും. 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സെൻറ്റിമീറ്റർ. 43ലേക്ക് ഒരു 1 കൂടി ആഡ് ചെയ്താൽ 44 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ടോട്ടൽ ലഭിക്കും. The balance ribbon is placed end to end with the ribbon of Paris and found it is 40 centimeter long. What is the length of the piece left? അപ്പോൾ അവരെന്ത് ചെയ്തു? ലിനിക്ക് കിട്ടിയ റിബണിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിബണ് നമ്മുടെ ഫാരിസിൻ്റെ റിബണിനോട് കൂടി എൻഡ് ടു എൻഡ് ആക്കിയിട്ട് വെച്ചു. അപ്പം നമുക്ക് മൊത്തത്തിൽ കിട്ടിയിരുന്നു 40 സെൻറ്റിമീറ്റർ ലോങ് കിട്ടിയിരുന്നു. ഇനി അപ്പോൾ വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദി പീസ് ലെഫ്റ്റ്? അങ്ങനെയാണെങ്കിൽ ബാക്കി വന്ന പീസ് എത്ര ഇട്ടുണ്ടാവും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ബാക്കിയുള്ള പീസ് എത്ര നമുക്കറിയില്ല. അത് പക്ഷേ പാരീസിൻ്റെ ലെങ്ത്തുള്ള റിബണുമായിട്ട് വെച്ചപ്പോൾ അത് കിട്ടിയത് മൊത്തം 40 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചാൽ പാരീസിൽ അതൊന്ന് മാറ്റിയാൽ നമുക്കറിയാം റിമൈനിങ് എത്ര ഉണ്ടാവും. 26 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ എന്തിൽ നിന്ന് മൈനസ് ചെയ്യുക? 40 സെൻറ്റിമീറ്റർ എന്നുള്ളതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര ബാക്കി ഉണ്ടാവും? ആദ്യം 40 സെൻറ്റിമീറ്റർ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണാക്കുക. 39 സെൻറ്റിമീറ്റർ പ്ലസ് 1 സെൻറ്റിമീറ്റർ. എന്നിട്ട് 26 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ അതിൽ നിന്നും സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടാകും? 13 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്റർ എന്ന് ലഭിച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി 6th question. To make a festoons for the sports fest, ribbons of many colors were bought. ഫെസ്റ്റൂൺസിന് വേണ്ടിയിട്ട് സ്പോർട്സ് ഫെസ്റ്റിലെ ഫെസ്റ്റൂൺസിന് വേണ്ടിയിട്ട് എന്ത് വാങ്ങിച്ചു? കുറേ റിബൺസ് വാങ്ങിച്ചു. പല കളേഴ്സിലുള്ളതാണ് വാങ്ങിയിട്ടുള്ളത്. 6th question. From the 42 centimeter 50 millimeters long green ribbon, 30 centimeter 5 millimeter was cut off. How long is the remaining piece? അത് 42 സെൻറ്റിമീറ്റർ 50 മില്ലിമീറ്റർ ലോങ് ഉള്ള ഒരു ഗ്രീൻ റിബണിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ പീസുള്ളതൊന്ന് കട്ട് ചെയ്തു. ഹൗ ലോങ് ഇസ് റിമൈനിങ് പീസ്? ഒന്നുമില്ല, സബ്സ്ട്രാക്ട് ചെയ്യുക. 42 സെൻറ്റിമീറ്റർ 50 മില്ലിമീറ്റർ മൈനസ് 10 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ലഭിക്കും? 32 സെൻറ്റിമീറ്റർ 45 മില്ലിമീറ്റർ എന്ന് ലഭിക്കും. ഒന്നുകിൽ നിങ്ങൾ ഇതുപോലെ ആൻസർ എഴുതുക, അല്ലെങ്കിൽ ഈ 45 മില്ലിമീറ്ററിൽ നിന്ന് 40 മില്ലിമീറ്റർ എന്താണ് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 36 സെൻറ്റിമീറ്റർ
5 millimeter അങ്ങനെയും എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം ദ റെഡ് റിബൺ വിച്ച് ഇസ് 35 centimeter 8 millimeters long, a piece of length 10 centimeter 5 millimeter is cut off. What is the length of the remaining piece? Same like that, 35 centimeter 8 millimeter നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യുക? 10 centimeter 5 millimeter മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ലഭിക്കും? 25 centimeter 3 millimeter എന്ന് ലഭിക്കും. 3 millimeter എന്ന് പറഞ്ഞാൽ എന്താണ്? 25 centimeter 3 millimeter ആണ്. From the 95 centimeter 4 millimeter long blue ribbon. ഈ ബ്ലൂ റിബണിൻ്റെ ലെങ്ത് എത്രയാണ്? 95 centimeter 4 millimeter long ആണ് ബ്ലൂ റിബൺ. 2 piece each 10 centimeter 5 millimeter long were cut off. How long is the piece left? ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 95 centimeter 4 millimeter ലോങ് ലെങ്ത് ഉള്ള ബ്ലൂ റിബൺ 2 പീസ് ഉണ്ട്. ഒരു പീസല്ല 2 പീസ്. നേരത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും ഒറ്റ പീസിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ 2 piece each 10 centimeter 5 millimeter long were cut off. 2 പീസ് 95 centimeter 4 millimeter ഉള്ള ബ്ലൂ റിബണിൽ നിന്ന് 2 പീസ് എന്ത് ചെയ്തിട്ടുണ്ട്? 10 centimeter 5 millimeter ഉള്ളത് കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ഹൗ ലോങ് ഈസ് ദ പീസ് ലെഫ്റ്റ്? അങ്ങനെയാണെങ്കിൽ എത്ര പീസ് ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ 2 കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 10 centimeter 5 millimeter പ്ലസ് 10 centimeter 5 millimeter ഉള്ള 2 പീസിനെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 20 centimeter 10 millimeter കിട്ടി. ഇത് എന്തിൽ നിന്ന് കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്? 95 centimeter 4 millimeter നിന്ന് കട്ട് ചെയ്തു. അപ്പോൾ 95 centimeter 4 millimeter മൈനസ് 20 centimeter 10 millimeter. നമുക്ക് മൊത്തം ആൻസർ എത്ര കിട്ടി? 74 centimeter 4 millimeter എന്ന് ലഭിച്ചു. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.